സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ഭിന്മയമാകും ശരീരം ആ വിണ്ടൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുവേ. ഭിന്മയമാകും ശരീരം ആ വിണ്ടൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടന് കേൾവിയും ഊമരും മൂടന്തരും കൊതിച്ചുയരും. കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും ഊമരും മൂടന്തരും കൊതിച്ചുയരും. ഭിന്മയമാകും ശരീരം ആ വിണ്ടൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഭിന്മയമാകും ശരീരം ആ വിണ്ടൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ഭിന്മയമാകും ശരീരം ആ വിണ്ടൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഭിന്മയമാകും ശരീരം ആ വിണ്ടൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വായിച്ചേ. ഫിലിപ്പിയർക്ക് ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കണ്ടോ, അപ്പോസ്തലൻ്റെ ഒരു കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയ ഒരു ലേഖനമാണ് ഈ ഫിലിപ്പിയർക്ക് ലേഖനം. സ്തോത്രം. കാരാഗ്രഹ ലേഖനമാണ് ഫിലിപ്പിയർക്ക് ലേഖനം. സ്തോത്രം. കാരാഗ്രഹം ഇന്നത്തെ പോലത്തെ തടവറയല്ല, ഇന്നത്തെ പോലത്തെ ഒരു വിശാലതയൊന്നുമുള്ള തടവറ അല്ല. അന്നത്തെ തടവറ വളരെ ഞെരുങ്ങിയ, പറ്റത്തില്ല അതിനകത്ത്. അങ്ങനെ ഒരു തടവറയ്ക്കകത്ത് സ്തോത്രം കർത്താവിൻ്റെ സാക്ഷ്യ നിമിത്തം, കർത്താവിൻ്റെ വചനം നിമിത്തം അപ്പോസ്തലനെ തടവറയ്ക്കകത്ത് കിടക്കുമ്പോൾ അവിടെ കിടന്ന് എഴുതുകയാണ്, തടവറയ്ക്കകത്തും ആ മനുഷ്യൻ യേശുവിലെ സന്തോഷം അനുഭവിച്ചു. കണ്ടോ, കർത്താവ് സ്തോത്രം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലൂടെ പോകുമ്പോഴും നമ്മൾ എന്തിലായിരിക്കണം ജീവിക്കേണ്ടത്? ക്രിസ്തുവിലുള്ള സന്തോഷം. ലോകം തരുന്നൊരു സന്തോഷമല്ല യേശു തരുന്ന സന്തോഷം. ലോകം തരുന്ന സന്തോഷം അത് കുറച്ച് നേരെ കാണൂ. ദൈവം തരുന്ന സന്തോഷം അത് നീണ്ടു നിൽക്കും, അതാർക്കും തകർക്കാൻ പറ്റാത്തതാണ്. യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞ് വേദനയോടെ നടക്കുന്നതിനല്ല. പിന്നെയോ നമുക്കൊരപ്പനുണ്ട്. അപ്പൻ്റെ ഗുണം എന്തോന്നാ? സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ വ്യാപിയാണ്, സകലവും ചെയ്യാൻ കഴിവുള്ള ആളാണ്. ആര്? നമ്മുടെ ദൈവം. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് സകലവും ചെയ്യാൻ കഴിവുള്ള ദൈവമാണ്. അല്ലെങ്കിൽ അതിനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ ഭാഷകളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ അറിയാന്നുള്ള ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. ആ കർത്താവ് മാത്രമാണ് ദൈവം. അതല്ലേ പറഞ്ഞേ? സ്വത്രം ഒരേ സമയം എല്ലായിടത്തും ഒരുപോലെ ഇറങ്ങി മുഴുലോകം നിറഞ്ഞു നിൽക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളു. അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ആരാ?
നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. സ്വത്രം. സകല ജനത്തെ ഒരുമിച്ച് ഉള്ളം കയ്യിൽ തൂക്കിയെടുക്കാൻ കഴിവുള്ള ആളാണ് ദൈവം. സ്വത്രം. ഏത് പട്ടാപ്പകലും അർദ്ധരാത്രിയും ഏത് ഗുഹയ്ക്കകത്തും ഏത് അടച്ചിട്ടിരിക്കുന്ന റൂമിനകത്തും ഇറങ്ങി വരാൻ കഴിവുള്ള ആളാണ് ദൈവം. ദൈവത്തിന് സ്വത്രം. ഏത് കടലിന്റെ പുറത്തോടെ ഏത് സമയത്ത് നടക്കാൻ കഴിവുള്ള ആളാണ് ദൈവം. വാഹനമില്ലാതെ സഞ്ചരിക്കാൻ കഴിവുള്ള ആളാണ് ദൈവം. ഏത് രൂപത്തിലും ഏത് പാപത്തിലും ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള ആളാണ്. അതിനാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. എല്ലാവരും തൂക്കിയെടുക്കാൻ കഴിവുള്ളതാണ് ദൈവം. എല്ലാം ചെയ്യാൻ കഴിവുള്ള ആളാണ് ദൈവം. കർത്താവിന് പറ്റാത്ത ഒരു വിഷയമില്ല. അതത്രേ ദൈവം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാടിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വളരെ ആഴമായ തിരുവചനങ്ങളാണ്. ഒന്നുപോലും അതിൽ കള്ളം എഴുതിയിട്ടില്ല. എല്ലാം സത്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പാപം ചെയ്തവരുടെ ലിസ്റ്റ് മാറ്റിയിട്ടില്ല. പാപം ചെയ്തത് കർത്താവിൻ്റെ ദാസന്മാരായാലും പഴയ നിയമ വിശുദ്ധന്മാരായിരുന്നാലും പുതിയ നിയമ വിശുദ്ധന്മാരായിരുന്നാലും അതുപോലെ പാപം ചെയ്തവരുടെ കാര്യം അതുപോലെ എഴുതിയിട്ടുണ്ട്. സ്വത്ര. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് വന്ന കുറവ് എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഇസഹാക്കിന്റെ ജീവിതത്തിനകത്ത് വന്ന കുറവ് എന്ത് ചെയ്തു? എഴുതി വെച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് കുറവ് എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഇനി കൽപ്പലക വലിച്ചെറിഞ്ഞ മോശയുടെ ജീവിതത്തിൽ നിന്ന് കുറവ് എന്ത് ചെയ്തു? എഴുതി വെച്ചു. മോശ കോപിച്ചു. എഴുതി വെച്ചില്ലേ? എഴുതി വെച്ചു. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിനകത്തോട്ട് നോക്കിയേ, എല്ലാ ഭാഗത്തും ഉണ്ട്. എന്തൊക്കെ എവിടെയൊക്കെ തെറ്റ് വന്നിട്ടുണ്ടോ അത് ഒരിക്കലും മറക്കാതെ ശരിയും തെറ്റും ആ കള്ളത്തനം പറയാത്ത ഒരു ദൈവം നമ്മുടെ ദൈവം അത്രേ. എല്ലാം അതുപോലെ എഴുതി വെച്ച ദൈവം. ഇനി നമ്മൾ പ്രസംഗിക്കുന്ന യേശു താമസിച്ച, പാർത്ത, അടക്കപ്പെട്ട കല്ലറ, ആ പ്രാർത്ഥിച്ച സ്ഥലം ഇന്നും അതുപോലെ അടയാളപ്പെടുത്തി ഇട്ടിരിക്കുന്ന. അർത്ഥം എന്താ? നമ്മൾ ആരാധിക്കുന്ന യേശു സത്യ ഏക ദൈവം. ഹല്ലേലൂയ. സത്യ ഏക ദൈവം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഇഷ്ടം ദൈവം ചെയ്യും. കർത്താവിൻ്റെ ഇഷ്ടം കർത്താവ് എന്ത് ചെയ്യും? ചെയ്യും. കേട്ടാലും കേൾക്കാൻ ഞാനും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, മുട്ടുമടക്കിയില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം ദൈവം ഓരോ ഇടത്തും പറയും. കേട്ടാലും കേട്ടില്ലെങ്കിലും നീ വിളിച്ചു പറ, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ഒരു ശേഷിപ്പുണ്ട്. പഴയ നിയമകാലത്തും ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. അന്നും അന്ധകാര ശക്തികളുടെ അകത്ത്, പാവ ലോക മ്ലേച്ഛതയ്ക്കകത്ത് വിശുദ്ധിയോടെ ജീവിച്ച തലമുറയുണ്ട്. ഞാൻ പറയാം. സ്വത്ര. 1 ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ ഒരു പാവം നിറഞ്ഞ തലമുറകൾ പാർത്തിരുന്ന സമയത്താണ് അവിടെ ഹന്നായ്ക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നതും ഏലി പുരോഹിതന്റെ പള്ളിക്കകത്ത് കൊണ്ടാക്കുന്നതും. അവന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും പാപം നിറഞ്ഞവരായിരുന്നു. അവിടെ പാപം മാത്രമേ കാണാനുള്ളായിരുന്നു. എന്നാൽ ആ കുഞ്ഞ് അവിടെ വളർന്നപ്പോൾ പാപത്തിലാണോ? അല്ല. പിന്നെ കർത്താവിൽ വളർന്നു. കർത്താവിന്റെ ശബ്ദം തക്ക സമയത്ത് കേട്ടു. കർത്താവ് ശബ്ദം കേൾപ്പിക്കുന്നത് വരെ, ശമൂവേൽ പ്രതികരിക്കുന്നത് വരെ, അതേ അപ്പാ അടിയൻ ഇതാ കേൾക്കുന്നു, എന്നോട് സംസാരിക്കണമെന്ന് എപ്പ പ്രതികരിച്ചുവോ അപ്പം വരെയും, പ്രതികരിക്കും വരെയും, ദൈവത്തിന്റെ ശബ്ദമാണെന്ന് അത് തിരിച്ചറിയും വരെ സംസാരിച്ച ഒരു ദൈവം അത്രേ നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. അവൻ തിരിച്ചറിയുന്നത് വരെയും അവനെ വിടാതെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് ഇതിനകത്ത് നീ പ്രതികരിക്കും വരെ, ഇതിനകത്ത് ചിലരോട് പറയുകയാണ്, നീ പ്രതികരിക്കും വരെ, ഇതുവരെ ആ ശബ്ദം നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ആ ശബ്ദം തിരിച്ചറിയും വരെ നിന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് യേശുവിന്റെ ശബ്ദമത്രേ. നീ പ്രതികരിക്കും വരെ, നീ അതിന് മറുപടി പറയും വരെ, നീ ഉത്തരം കൊടുക്കും വരെ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അന്നും പാപം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ ജനത്തിന്റെ നടുവിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന തലമുറ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു കുഞ്ഞായിരുന്നു ആര്? സ്വത്രം. ശമൂവേൽ. അങ്ങനെയാണ് ആ ശമൂവേലിനെ ദൈവം വിളിക്കുകയും. ഹല്ലേലൂയ. അന്ന് മനുഷ്യന്റെ ശബ്ദത്തെക്കാൾ ഉപരി, പാപം ചെയ്യുന്ന ജനത്തിന്റെ ശബ്ദത്തെക്കാൾ ഉപരി എന്റെ അപ്പന്റെ ശബ്ദം കേൾക്കാൻ ശമൂവേൽ ദൈവം കണ്ടു. ഇന്ന് ഈ തലമുറയിലും അശുദ്ധി നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തിൽ അമ്മേ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു തലമുറയെ എന്റെ ദൈവം ഈ ആലയത്തിനകത്തുനിന്ന്, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അശുദ്ധി നിറഞ്ഞ, ആ പാപം നിറഞ്ഞ, വക്രത നിറഞ്ഞ, കോട്ടം നിറഞ്ഞ തലമുറക്കകത്ത് നിന്ന് ഇതിനകത്ത് ഒരു കൂട്ടം പേര് എന്റെ അപ്പനായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. കൃപയുള്ള മക്കളായി എഴുന്നേറ്റ് നിൽക്കുമോ? ഈ തലമുറ ദൈവം അന്വേഷിക്കുകയാണ്. ഈ തലമുറ ദൈവം അന്വേഷിക്കുകയാണ്. കോട്ടമില്ലാത്ത, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരി ഹൃദയം പരമാർത്ഥികളും നിഷ്കളങ്ക മക്കളുമായി എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ വചനം ജ്യോതിഷുകളെ പോലെ പ്രകാശിച്ച്, ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുവാൻ ഒരു തലമുറയെ നമ്മുടെ ആലയത്തിൽ നിന്ന് ദൈവം നോക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തമഗീത പുസ്തകം ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ആ സഹോദരിയെ മാറ്റിവിടാൻ പലരും ശ്രമിച്ചു. അവളോട് പറഞ്ഞു, നിന്റെ മണവാളിന് ഇത്രയും നീ ആരാധിക്കാൻ, ഇത്രയും പ്രാർത്ഥിക്കാൻ, ഇത്രയും കരയാൻ, ഇത്രയും മാറിപ്പോകാതിരിക്കാൻ എന്താ അവനുള്ള ഗുണം, അവനുള്ള വിശേഷത എന്ത്? അവൾ പറഞ്ഞു, ഈ ലോകത്തിലുള്ള ഒറ്റ മണവാളനെ പോലല്ല എൻ്റെ മണവാളൻ. എൻ്റെ മണവാളൻ, സ്തോത്രം. ഈ ലോകത്തിലുള്ള ഭർത്താക്കന്മാരെ പോലെ അല്ല, ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയെ പോലല്ല എൻ്റെ മണവാളൻ. എൻ്റെ മണവാളിനെ വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. കണ്ടോ,
കേട്ടോ സ്വോത്രം. ഈ ലോകത്തിലുള്ള സകലത്തെക്കാൾ അധികമായി യേശുവിനെ സ്നേഹിക്കുന്ന ഒരു പൈതലിന് മാത്രമേ ആ മണവാളന്റെ ഗുണങ്ങൾ രുചിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്തിനേക്കാൾ ഉപരിയായി യേശുവിനെ ആരെല്ലാം സ്നേഹിക്കുന്നുണ്ടോ അവരെ കർത്താവ് തിരയുകയാണ്. ജീസസ് ജീസസ് ജീസസ്. ലോകത്തിന്റെ സന്തോഷത്തെക്കാൾ അധികം, ലോകത്തിലുള്ള സകല നന്മകളെക്കാൾ അധികം സ്വോത്രം യേശുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ മക്കൾക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ. ആമേൻ. ഈ ലോകത്തിലുള്ള ആ നന്മകളിൽ സന്തോഷിക്കുന്ന വ്യക്തിക്ക് യേശുവിൽ സന്തോഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇതിനേക്കാൾ വലുതായി യേശുവിനെ ഒരു പൈതൽ കാണുന്നെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ രുചി മനസ്സിലാക്കിയാലേ, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയാലേ ഒരു വ്യക്തിക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഇത് നടക്കുന്നില്ല, ഇവിടെ ഇതില്ല ആരാധന കഴിഞ്ഞ്. ഇവിടെ ആരാധന കഴിയുമ്പോൾ സ്വത്രം 2 ഡോറുണ്ട്, ഒന്ന് ഇങ്ങോട്ടുണ്ട് ഒന്ന് ഇങ്ങോട്ട്. ഈ ഡോറിനകത്തോട്ട് ബിരിയാണി ഇറച്ചി ഇല്ല, ഞാൻ പറയുകയാണ്. ഈ ഡോറിൻ്റെ മുമ്പിൽ പയറിട്ട കഞ്ഞി. ഏത് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കൂടുതൽ പേര് എന്തേ കഴിക്കൂ, പയറും കഞ്ഞിയെ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ച് കുറച്ച് ബിരിയാണി, കുറച്ച് കൂടുതൽ പയറും കഞ്ഞി വെച്ചു. അപ്പം തിരക്ക് ഇങ്ങോട്ടായിരിക്കും. ഏതായിരിക്കും ചില കൂടുതൽ? പറ. പയറ് കഞ്ഞി ആയിരിക്കുമോ ബിരിയാണി ആയിരിക്കുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ കാരണം എന്താ? പറ. ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് പയറ് കഞ്ഞി കുടിക്കുമ്പോൾ വയറ് ശരിയല്ലേ? ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ? ആണോ അല്ലേ? അല്ലേ? അപ്പോൾ ഈ ലോകത്തിലുള്ള സകലത്തെക്കാൾ ഏതിനെയാണ് നമ്മൾ ടേസ്റ്റ്ഫുള്ളായിട്ട് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി അതിലോട്ട് പോകും. ഈ ലോകത്തിൽ നിന്ന് അപ്പുറമായി യേശുവിനെ രുചിക്കുന്ന ദൈവവചനത്തെ മന്നയായി അപ്പമായി ഭക്ഷിക്കുന്ന പൈതൽ എപ്പോഴും സഞ്ചരിക്കുന്ന ഡോറ് യേശുവുള്ള. നിങ്ങൾക്ക് എത്ര മനസ്സിലായി? അവളുടെ ആഗ്രഹവും അവളുടെ ആവേശവും അവളുടെ ഇഷ്ടവും അവളുടെ ദാഹവും. ജീസസ് 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 ഹല്ലേലൂയ. രുചിച്ചവർക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. രുചിക്കാത്തവർക്ക് എന്താണ് അതിന്റെ ടേസ്റ്റ് എന്ന് അറിയത്തില്ല. ക്രിസ്തുവിനെ രുചിച്ച പൈതൽ പറയും, ഇല്ല എനിക്ക് ഒരുവനെ അറിയാം. ആമേൻ. 10,000ങ്ങളുടെ സുന്ദരൻ. ആ സഹോദരി പറഞ്ഞു, 10,000ങ്ങളുടെ സുന്ദരൻ, അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെണ്മയും ചുവപ്പും ഉള്ളവൻ, അവനെ വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. ഒരുപാട് മണവാളന്മാരെ ആ സഹോദരിയുടെ മുൻപിൽ ഉത്തമഗീത പുസ്തകത്തിലെ സഹോദരന്റെ മുമ്പിൽ കൊണ്ടുവച്ച് നിർത്തി. പക്ഷേ അതെല്ലാം തൂക്കി എറിഞ്ഞിട്ട് പറഞ്ഞു, ഇതിനേക്കാൾ എന്റെ മണവാളനാണ് ശ്രേഷ്ഠൻ. ജീസസ്. എൻ പ്രിയൻ ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയൻ ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാ മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരജാരന്മാരെ വാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി ഇല്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടെ എന്നെ മാടി വീഴ്. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടെ എന്നെ മാടി വീഴിച്ച സുന്ദരന മനോഹർ അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരജാരന്മാരെ വാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ. ആരോടാണ് പ്രേമം? പ്രേമമെന്നിൽ ക്രിസ്തുവിനോട് പ്രേമമുള്ള മക്കൾക്ക് ലോകത്തോട് ഇഷ്ടം കാണത്തില്ല. ജീവിച്ചിടുന്നേ സുന്ദരന മനോഹർ അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരജാരന്മാരെ വാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. അവളുടെ സന്തോഷവും അവളുടെ സമാധാനവും അവളുടെ ആനന്ദവും അവളുടെ രുചിയും അവൾ ഭക്ഷിക്കുന്നതും അവൾ ആനന്ദിക്കുന്നതും എല്ലാം ഈ അപ്പത്തിലാണ്, നശിച്ചു പോകുന്ന അപ്പത്തിലല്ല. അവളുടെ ആനന്ദം മുഴുവൻ ക്രിസ്തുവിന്റെ അപ്പത്തിലാണ്, ക്രിസ്തുവിലാണ്, ക്രിസ്തുവിന്റെ ജീവനിലാണ്, ക്രിസ്തു കൊടുക്കുന്ന അഭിഷേകത്തിലാണ്, ക്രിസ്തുവിന്റെ വചനമെന്ന അപ്പത്തിനകത്താണ്. ലോക മണവാട്ടിക്കല്ല, സ്വർഗത്തിലെ മണവാട്ടിയുടെ ആഗ്രഹവും ആവേശം അതാണ്. സ്വത്ര അവൾക്ക് മാത്രമേ
അത് രുചിച്ചറിയാൻ പറ്റത്തുള്ളൂ സ്നേഹിതരെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പഴയ നിയമകാലത്തും ഒരുപാട് അഴുക്കിന്റെ നടുവിലും പാപത്തിന്റെ നടുവിലും ദൈവഭക്തിയോടെ ജീവിച്ച ഒരുപാട് ദൈവമക്കള് ഈ വേദപുസ്തകത്തിനകത്ത് ഉടനീളം കാണാം. എന്നാൽ പുതിയ നിയമത്തിനകത്ത് അതുപോലെ തന്നെ വക്രയും കോട്ടയുള്ള തലമുറയുടെ നടുവിൽ കർത്താവിനെ ഉയർത്തിയ, കർത്താവിന്റെ വചനപ്രകാരം ജീവിച്ച ഒരുപാട് വ്യക്തികളെ ദൈവം നമുക്ക് വരച്ചെഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഇന്നും ഈ തലമുറകളിൽ വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ മക്കളെ, അവരുടെ നടുവിൽ നീ എന്റെ വചനം പ്രമാണിച്ച് നിന്റെ തല കമഴ്ത്തി പിടിക്കാതെ നിവർത്തി പിടിച്ചുകൊണ്ട് എന്റെ മകനായി, എന്റെ മകളായി, നിന്റെ നെറ്റിയിൽ എന്റെ നീതി ഒട്ടിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിന്റെ നീതി പ്രാപിച്ച് ക്രിസ്തു യേശുവിൽ ജീവിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്ന മക്കളെ, ഈ ഭൂമിയിൽ പാപം നിറഞ്ഞ ലോകത്തിലാണ്, ലോക ഇമ്പങ്ങൾ നിറഞ്ഞ സ്ഥലത്താണ് നീ പാർക്കുന്നത്. എങ്കിലും അവയുടെ നടുവിലും, ആ പാപത്തിന്റെ നടുവിലും, ലോക ഇമ്പത്തിന്റെ നടുവിലും, ഇരുട്ടിന്റെ നടുവിലും, ആ സ്തോത്രം, നിന്റെ കൂടെ നടക്കുന്നവരും നിന്റെ കൂട്ടുകാരും നിന്റെ ബന്ധുക്കൾ നിന്റെ അയൽവാസികളും പല പാപത്തിൽ കുടുങ്ങിയവരായിരിക്കാം. പക്ഷെ നീ അതിലൊന്നും കുടുങ്ങരുത്. അവരുടെ നടുവിൽ നീ പ്രകാശമുള്ള ആളായി, അവരുടെ നടുവിൽ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ കൂടെ ഉള്ളവർ, നിന്റെ കൂട്ടുകാർ, നീ പോകുന്ന സ്ഥാപനത്തിലുള്ളവർ, നീ പഠിക്കുന്നിടത്തുള്ളവർ, നിന്റെ കോളേജിലുള്ളവർ, നിന്റെ സ്കൂളിലുള്ളവർ, ഓ സ്തോത്രം, നിന്റെ വീട്ടിന്റെ അയൽവക്കത്തുള്ളവർ, നീ ജോലി സ്ഥലത്ത് പോകുന്നിടത്തുള്ളവർ, നിന്റെ സ്ഥാപനത്തിനകത്തുള്ളവർ, നീ ചിന്തിക്കുന്നവരായിരിക്കത്തില്ല, വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ നടുവിൽ ഒരു വെളിച്ചമായി, അവരുടെ നടുവിൽ നീ ക്രിസ്തു ഉള്ള ഒരു പൈതലായി. പാപം അല്ല അവർ കാണേണ്ടത്, നിന്നിലൂടെ യേശുവിനെ കാണട്ടെ. അങ്ങനെ യേശുവിൽ ജീവിക്കുന്ന ഒരു പൈതലിന് എപ്പോഴും എന്തുണ്ട്? സന്തോഷമുണ്ട്. ഫിലിപ്പിയർ 4:4 പറഞ്ഞില്ലേ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. യേശു നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടോ? എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും. യേശു നിങ്ങളുടെ വീട്ടിനകത്തുണ്ടോ? വീട്ടിനകത്ത് എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും. യേശു നമ്മുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനി ബാക്കി നൽകേണ്ടതെല്ലാം ആര് നൽകി തരും? ദൈവം നൽകി തരും. ഇനി നമ്മുടെ വീട്ടിൻ്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല സമാധാനം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം. അവർ ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിൽ ഒന്ന് എത്തിയെങ്കിൽ മതി എന്ന് ചിന്തിക്കും. എന്നാൽ വീട്ടിനകത്ത് സമാധാനമില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നതെന്നായിരിക്കും അറിയാമോ? ദൈവമേ, വൈകുന്നേരം ആകാതിരുന്നെങ്കിൽ മതിയായിരുന്നു, 4 മണി ആകാതിരുന്നെങ്കിൽ, ക്ലാസ് വിടാതിരുന്നെങ്കിൽ ഇതിനകത്ത് അങ്ങ് ഇരിക്കാമായിരുന്നു. കാരണം എൻ്റെ വീട്ടിനകത്ത് അങ്ങനെയുള്ളൊരു സാഹചര്യമല്ല. അയ്യോ, സ്വസ്ഥതയില്ലാത്ത വീടാണ്, സമാധാനമില്ലാത്ത വീടാണ്, സന്തോഷമില്ലാത്ത വീടാണ്, എപ്പോൾ നോക്കിയാലും പ്രശ്നമാണ്. ദൈവമേ കർത്താവേ, 4 മണി ആകാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ടെന്നറിയാമോ? കാരണം വീട്ടിനകത്ത് യേശുവില്ല, ഒപ്പം സമാധാനവും ഇല്ല. യേശു ഉള്ളിടത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. യേശു ഉള്ള ഭവനത്തിനകത്ത് കാൽ ചവിട്ടുമ്പോൾ, കാമ്പോണ്ട് തന്നെ ചവിട്ടുമ്പോൾ തന്നെ അറിയാം ദൈവത്തിന്റെ സമാധാനമുണ്ട്. വേറെ എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും സമാധാനമില്ലെങ്കിൽ എന്ത് പ്രയോജനം സഹോദരങ്ങളെ? ഹല്ലേലൂയ. സമാധാനം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. കുടിക്കുന്ന വെള്ളത്തിനൊരു സമാധാനം നമുക്ക് വേണം, വീട്ടിനകത്തൊരു സമാധാനം വേണം, ഒരു സന്തോഷം വേണം. നമുക്ക് തരുന്ന 4 വിരൽ നീളമുള്ള ആയുസ്സിൽ ചിരിച്ച് ആനന്ദിച്ച് കിട്ടുന്ന അവസരം, കുടുംബത്തിനകത്ത് സന്തോഷിച്ച് പുറത്ത് സന്തോഷിച്ച് കിട്ടുന്ന അവസരം, ഒരു പ്രശ്നത്തിനും ഒരു പാപത്തിലും നമ്മൾ വീണു പോകാതെ. നോഹയുടെ കാലത്ത് നിങ്ങൾ നോക്കിയേ, ഒരുപാട് പാപം നിറഞ്ഞ കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഉൽപ്പത്തി 6 ഭയങ്കര പാപം നിറഞ്ഞ കാലഘട്ടം. എന്നാൽ ആ കാലഘട്ടത്തിലും നോഹ എങ്ങനെ ജീവിച്ചു? നിഷ്കളങ്കതയോടെ ജീവിച്ചു. ആ തലമുറയിൽ നോഹയെ ദൈവം കണ്ടു. ഒരു പെട്ടകം പണിയാൻ ആ നിഷ്കളങ്കതയുള്ള നോഹയെ ദൈവം കണ്ടു. ഈ തലമുറയിലും ദൈവം നോക്കുകയാണ് ഒരു ശേഷിപ്പിനെ, ഒരു ക്രിസ്തുവിന്റെ മക്കളെ ആ കർത്താവാകുന്ന പെട്ടകത്തിനകത്താക്കാൻ. ഓ സ്തോത്രം, ദൈവം കാണുകയാണ്. ഒരു വിശുദ്ധിയുള്ള തലമുറയെ, ഒരു ദൈവഭയമുള്ള ഒരു തലമുറയെ, ദൈവ കൃപയുള്ള ഒരു തലമുറയെ ദൈവം നോക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. പ്രശ്നം ഉണ്ടായിരിക്കുക, പ്രതിസന്ധി ഉണ്ടായിരിക്കുക, തിരമാല ഉണ്ടായിരിക്കുക, കുടുംബത്തിനകത്ത് കഷ്ടപ്പാടും കടം ഉണ്ടായിരിക്കാം. ഞാൻ പറയാം, സങ്കടപ്പെട്ടെന്ന് പറഞ്ഞ് കടം തീരത്തില്ല, കരഞ്ഞെന്ന് പറഞ്ഞ് കടം തീരത്തില്ല. പിന്നെയോ സ്തോത്രം, കരഞ്ഞെന്ന് പറഞ്ഞ് ഒന്നും നടക്കാൻ പോകുന്നില്ല. സങ്കടപ്പെട്ട് ആദ്യം കയറുന്ന പറഞ്ഞ് മാനസിക വിഭ്രാന്തിയെ വരുള്ളൂ. പക്ഷേ ക്രിസ്തുവിനുള്ള സന്തോഷം ഉണ്ടെങ്കിൽ അവിടെ ബാക്കി എല്ലാം വരാനിടയത്തിരും, എല്ലാം വരും. എത്രവർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ കുടുംബം സമാധാനമുള്ള ഭവനമായി? നമ്മുടെ മക്കൾ പറയട്ടെ, എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരിക്കലും സമാധാനമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിലൂടെ വരുന്ന വാക്കുകൾ കേട്ട്
പറഞ്ഞിട്ട് അവര് സ്വോത്രം സ്കൂൾ വിട്ട് വീട്ടിൽ വരാൻ പറ്റണ്ട, വേണ്ട എന്ന് പറയുന്ന കുഞ്ഞുങ്ങളായിട്ടല്ല. അയ്യോ ഇതിനകത്ത് എനിക്ക് സ്വസ്ഥതയില്ല, ഇറങ്ങി ഓണം, എനിക്ക് ജീവിക്കണ്ട. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് അനേക കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്നത് എന്തെന്നറിയാമോ? എൻ്റെ വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, രാത്രി സ്വസ്ഥതയില്ല, ഇവിടെ എന്തിന് കിടക്കുന്നു, എങ്ങോട്ടെങ്കിലും അവർക്കറിയത്തില്ല ഒന്നും. കുഞ്ഞുങ്ങളാണ്. എത്രയോ കുടുംബങ്ങളിൽ സമാധാനമില്ല. കാരണം എന്താ സമാധാനത്തിൻ്റെ കാരണം? ഏക കാര്യം, യേശുവില്ല. യേശു വീട്ടിനകത്ത് വന്നാൽ നിങ്ങളുടെ വീട്ടിനകത്ത് പ്രാർത്ഥനയുള്ള വീടായി മാറട്ടെ, പിശാച് ഇറങ്ങി ഓടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആനന്ദത്തോടെ വളരട്ടെ സഹോദരങ്ങളെ. അവർ മുത്താണ്, അവർ ദൈവം തന്ന ദാനമാണ്, അവർ ദൈവം തന്ന അനുഗ്രഹമാണ്. ആ സ്തോത്രം. അവര് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് ആനന്ദം വേണം കാണാൻ. സ്കൂളിൽ പോകുമ്പോഴും നമ്മുടെ ഭവനം ആനന്ദമായിരിക്കട്ടെ, രാത്രിയും ആനന്ദമായിരിക്കട്ടെ. കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ ക്രിസ്തു യേശുവിൽ ഒരു മനസ്സോടെ നിന്ന് സ്വോത്ര അപ്പൻ അമ്മ മക്കൾ സ്നേഹത്തോടും ഐക്യതയോടും സന്തോഷത്തോടും ജീവിക്കുന്ന കുടുംബം എത്ര ആനന്ദമാണ്. എന്നാൽ ആനന്ദത്തെ നഷ്ടപ്പെടുത്താനാണ് യോഹന്ന സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. യോഹന്ന സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. കണ്ടോ, കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനാണ്. ആത്മീകമായിട്ടുള്ള സകലത്തെയും മോഷ്ടിക്കും. സ്തോത്രം. സമാധാനത്തെ മോഷ്ടിക്കും, ക്രിസ്തു എന്ന സന്തോഷത്തെ മോഷ്ടിക്കും, പ്രാർത്ഥനയെ മോഷ്ടിക്കും. കുടുംബത്തിനകത്ത് ഭാര്യ, ഭർത്തൃ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർത്ത് കളയുന്നത് സ്തോത്രം ദുഷ്ടനാണ്. ഇവനെ തിരിച്ചറിഞ്ഞ് ഇവനെ വിരട്ടി ഓടിക്കണം. കുടുംബത്തിനകത്ത് സമാധാനം വരണോ? യേശു വരണം. അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് ദുഷ്ടനായ വരുന്നത്. എന്നാൽ യേശു വരുന്നത് തൊട്ട് താഴെ വായിച്ചേ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും. എന്നാൽ കർത്താവ് നമ്മുടെ വീട്ടിനകത്ത് വരുന്നത് നമുക്ക് ജീവൻ തരാനാണ്. ജീവൻ ഉണ്ടാകുവാനും എങ്ങനെ ഉണ്ടാകുവാൻ? സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നു. കണ്ട, കർത്താവ് യേശു ക്രിസ്തു വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് ഒരു ദേവാലയമായി മാറണം. നമ്മുടെ ഭവനം ഒരു ആനന്ദത്തിന്റെ ഭവനമായി മാറണം. നമ്മുടെ വീട്ടിൽ മറ്റൊരാൾ വന്നാലും അവർ ആനന്ദത്തോടെ തിരിച്ചു പോകണം. നമ്മളൊരിടത്ത് പോയാലും ആനന്ദത്തോടെ പോകണം. സ്തോത്രം. വേദന ഇരിക്കുന്നവരെ താങ്ങുന്ന വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരട്ടെ. വേദനയുടെ നടുവിൽ കുറേയും കൂടെ വേദന കൊടുക്കുന്നവരെ അധരമല്ല, പിന്നെ വേദനയുടെ നടുവിൽ താങ്ങുന്ന ഒരു നാവായി, താങ്ങുന്ന ആളായി നമ്മൾ മാറട്ടെ. മറ്റൊരാളുടെ കുറ്റം വിധിക്കുന്ന ആളല്ല, നമ്മുടെ കുറവുകളെ ഉണർന്ന് എങ്ങനെ മറ്റൊരാളുടെ കുറ്റത്തെ വിധിക്കുന്ന ഒരാളല്ല, മറ്റൊരാളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അവരെ വിധിച്ച് നാണം കെടുത്തുന്ന ഒരാളായിട്ട് ഇല്ല. പിന്നെയോ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഏത് പാവി വന്നപ്പോഴും ഒരിടത്ത് പോലും യേശുക്രിസ്തു അവരെ കുറ്റം വിധിച്ച് നാണം കെടുത്തിയില്ല. പിന്നെയോ സ്തോത്രം. ജനം കല്ലെറിഞ്ഞ് കുറ്റപ്പെടുത്തി കൊണ്ടുവരുമ്പോഴും യേശു പറഞ്ഞ ഒരേ ഒരു വരിയേ ഉള്ളൂ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. അർത്ഥം, അവിടെ ഇരിക്കുന്നത് പാപമില്ലാത്ത ഒരാളെ ഉള്ളതരാ? യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് അവിടെ കല്ലെറിയട്ടെ. ഒറ്റ മനുഷ്യനും കല്ലെറിയില്ല. ആ സഹോദരിയെക്കാളും പാപം നിറഞ്ഞവരാണ് കല്ലും കൊണ്ട് വന്നത്. സ്തോത്രം. അവർ മറച്ചു വെച്ചിട്ട് വന്നു. എന്നാൽ സഹോദരിയെ പൊക്കിയത് കൊണ്ട് അവിടെ ആ സഹോദരിയെ കൊണ്ടുവന്നു. അവരുടെ പാപത്തെ കണ്ടുപിടിച്ചു, അതുകൊണ്ട് അവിടെ കൊണ്ടുവന്നു. പക്ഷേ കല്ലെറിഞ്ഞാൽ കല്ല് കൊണ്ടുവന്ന ആൾക്കാർ ഈ സഹോദരിയെക്കാളും ഭാവികളായിരുന്നു. യേശു പതുക്കെ പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമത് അവളെ കല്ലെറിയട്ടെ. സ്തോത്രം. അതുപോലെ കർത്താവ് പറഞ്ഞ വാക്ക് കേട്ട് ഒറ്റ വ്യക്തിക്ക് പോലും നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമുക്കിതൊരു ദൃഷ്ടാന്തമാണ്. കാരണം അന്ന് അവിടെ യേശപ്പച്ചൻ പറഞ്ഞപ്പോൾ ഒറ്റ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും? അന്ന് അവിടെ യേശുവിൻ്റെ മുമ്പിൽ ഇത്രയും പറഞ്ഞപ്പോൾ ഒറ്റ ആൾ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ പറയട്ടെ സ്തോത്രം, യേശു എല്ലാവരും കുറ്റപ്പെടുത്തി കീറുന്ന ആളല്ല. പിന്നെയോ ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിന്തിരൂ രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശതിൽ, അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മാറുവിലയാ. ഞാനെന്തുള്ളൂ യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ. ഞാൻ എന്തുള്ളൂ യേശു പരാ, എന്തിരൂ രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശതിൽ, അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മാറുവിലയാ. രക്തത്തിന്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരും. യേശുക്രിസ്തു മരിച്ചപ്പോൾ ആ രക്തത്തിന്റെ വിലകളാണ്
നമ്മൾ ഈ ഓരോ കസേരയിലിരിക്കുന്ന ഓരോ വ്യക്തികളും യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലകളാണ്. യേശു മരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സന്തോഷത്തോടെ ഇരുന്ന് എന്ത് ചെയ്യുന്നത്? പാവത്തെ ക്ഷമിച്ച രക്തം, നമ്മളെ നിത്യതയിൽ ചേർത്ത രക്തം, നമ്മൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയ രക്തം, നമ്മളെ നീതീകരിച്ച രക്തം, നമ്മുടെ അശുദ്ധി എല്ലാ പാവത്തെയും ചാരമാക്കിയത് ഈ രക്തമാണ്. ഈ രക്തത്തിൻ്റെ വിലകളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ആരെയും കുറ്റം വിധിച്ചില്ല. യേശുക്രിസ്തു നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ രക്ഷിപ്പാൻ യേശുക്രിസ്തു വന്നത്. നീതിമാന്മാരെ രക്ഷിപ്പാനല്ല, പാപികളെ രക്ഷിപ്പാൻ അത്രേ യേശുക്രിസ്തു വന്നത്. അതുകൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുന്നു, മക്കളെ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നിങ്ങളുടെ സ്തോത്രം. അടുത്ത വരി വായിച്ചേ, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അടുത്ത്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരം കണ്ടോ? ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യല്ലേ? ബാക്കി എല്ലാവരും നോക്കിക്കോളൂ. ചുമ്മാ വിചാരപ്പെട്ട് നമ്മുടെ ടെൻഷൻ അടിച്ച് തകർന്ന് തരിപ്പണമായി പോകരുത്. പിന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് ഭാരങ്ങളെല്ലാം വരുമ്പോൾ അപ്പച്ചൻ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ, കർത്താവേ ഞാൻ ഫ്രീ ആയി, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. വിചാരപ്പെടരുത്. അതത് സമയത്ത് നടത്തുവാൻ കർത്താവേ കെരീത്തിലിരിക്കണോ? ഇരിക്കാൻ ഞാൻ ഒരുക്കം. സാരവാത്തി പോണോ? അവിടെ പോകാൻ ഞാൻ ഒരുക്കം. എവിടെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങ് തരുന്ന മന്ന, അങ്ങ് എണീക്കാൻ പറയുമ്പോൾ എണീക്കാൻ, അങ്ങ് നടക്കാൻ പറയുമ്പോൾ നടക്കാൻ, അങ്ങ് തരുന്ന കർത്താവെ അപ്പം കഴിക്കാൻ ഞാൻ ഒരുക്കമാണപ്പാ. അങ്ങ് തരുന്ന വചനമെന്ന അപ്പം. യേശുപ്പച്ചൻ 40 ദിവസം ആയപ്പോൾ എന്ത് ചെയ്തു സഹോദരങ്ങളെ? വിശന്നു ഇല്ലേ? യേശുവിന് എന്ത് ചെയ്തു? വിശന്നോ ഇല്ലേ? വിശന്നു. 40 ദിവസം ഭയങ്കര വിശന്നു. അതുകൊണ്ട് സാത്താൻ കൊടുക്കാൻ അപ്പവുമായിട്ട് വന്നു. എന്ത് പറഞ്ഞു? ഈ കല്ലിനെ അപ്പമായി ഭക്ഷിക്കാൻ പറഞ്ഞില്ലേ? സത്യത്തിൽ യേശുവിന് അത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അപ്പോൾ അവിടെ യേശു എന്ത് ചെയ്തു? വിശപ്പിനെ കീഴടക്കി. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ലോകത്തിന്റെ വിശപ്പിനെ കീഴടക്കിയിട്ട് പിശാചിനോട് പറഞ്ഞു, എടാ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലടാ ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു അപ്പമുണ്ട്. പറഞ്ഞേ, ഈ ലോകത്തിന്റെ ജഡമോഹങ്ങളെ തകർക്കുന്ന ഒരു അപ്പമുണ്ട്. അതെന്റെ ദൈവം കെരീത്ത് തോട്ടിൽ നിന്നാലും തരും, സാരപാത്തിൽ നിന്നാലും തരും. ജീസസ്, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പറയാം. എവിടെ ഇരുന്നാലും തരും, എവിടെ നിന്നാലും തരും, എവിടെ ആയിരുന്നാലും തരും. നീ പറയണം ധൈര്യത്തോടെ, എനിക്ക് എവിടെ ഇരിക്കുമ്പോഴും എനിക്ക് അപ്പം തരാൻ എൻ്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരപ്പനുണ്ട്, എല്ലായിടത്തും നമുക്ക് ഒരപ്പനുണ്ട്. അതുകൊണ്ട് ഒരു രീതിയിൽ എന്ത് ചെയ്യില്ല, സങ്കടപ്പെടില്ല, വിചാരപ്പെടുന്നില്ല. ഒന്നും നടക്കത്തില്ല. ടെൻഷൻ കൂടി മനസ്സ് തകർന്ന് തരിപ്പണമാകുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടിയുള്ള ഓരോ കാര്യവും എവിടെയായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരുക്കിയിരിക്കുന്നു. മഴയെ ദൈവം ഒരുക്കി വെച്ച് നമുക്ക് തരുന്നില്ലേ സഹോദരങ്ങളെ? ഈ വെള്ളം എല്ലാം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നില്ലേ? നമുക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് മാത്രമാണോ? മുഴുവൻ ലോകത്തിലും അതത് സമയങ്ങളിൽ തരുന്നില്ലേ? ഈ ദൈവം ആരാണെന്ന് ചിന്തിച്ചു നോക്കിയേ. കാറ്റിന്റെ ദിശ അറിയാം. നോക്കിയേ. ഹല്ലേലൂയ. കടലിലെ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ ഓടിക്കുന്നവർക്ക് കടലിന്റെ ചില ദിശകൾ അറിയാം. അവർ അതുവഴിയേ ഓടിക്കുള്ളൂ. സ്വത്രം. അതുപോലെ നോക്കി ഫ്ലൈറ്റ് ഓടുമ്പോൾ അവർക്കൊരു റൂട്ടുണ്ട്, അതുവഴിയേ അവർ ഓടത്തുള്ളൂ. പക്ഷേ സകല റൂട്ടും ഇട്ടതാരാ? ദൈവം. ഫ്ലൈറ്റിന് ഓടാനുള്ള റൂട്ട് ഇട്ടതാരാ? ദൈവം. കടലിനകത്ത് സ്വത്രം ഇതിന് കപ്പലിന് ഓടാനുള്ള റൂട്ട് ഇട്ടതാരാ? ദൈവം. അതിനെ ഓരോ സ്ഥാനങ്ങളിൽ നിർത്താൻ റൂട്ട് ഇട്ടതാരാ? എൻ്റെ ദൈവം. അങ്ങനെ ഞാൻ പറയട്ടെ, കപ്പിത്താനും സ്വത്രം ഫ്ലൈറ്റ് ഓടിക്കുന്നവർക്കും മറ്റ് സ്വത്രം ഇവർക്കൊക്കെ ആ റൂട്ട് ദൈവം ഇട്ടുകൊടുത്തു. പക്ഷെ ഇവർക്ക് അറിഞ്ഞുകൂടാത്ത സകല റൂട്ടും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, എവിടെയായിട്ട് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അറിയാത്തത്, ഇതുവരെ നമ്മൾ അറിയാത്തത്, ചിന്തിക്കാത്തത് എവിടെ ഒരുക്കി വെച്ചിട്ട് അതത് സമയത്ത് ക്രിസ്തുയേശുവിന്റെ പൈതലായി ജീവിക്കുമ്പോൾ തിശ്ബിയിൽ നിന്നാണ് ഏലിയാവ് വന്നത്. പക്ഷെ ഏലിയാവിന്റെ അവസാനം വരെ ഗുഹ വരെ ദൈവം ഒരുക്കിയിരുന്നു. ഗുഹ വരെ അവൻ ഒതുങ്ങിയിരുന്ന എവിടെയാ? ഗുഹയ്ക്കകത്ത്. ഗുഹ വരെ ദൈവം കണ്ടിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഗുഹയുടെ അകത്തിരിക്കുമ്പോഴും അവിടെ എന്ത് വന്നു? തീ വന്നു. ഏലിയാവ് കണ്ടു, തീയിൽ വാരില്ല. ദൈവമില്ലാത്ത തീ ആര് കണ്ടെത്തി? ദൈവമില്ലാത്ത തീ ആരും കണ്ടെത്തി? ഏലിയാവ് കണ്ടത്. അങ്ങനെ ഒരു കൃപ നമ്മൾ പ്രാപിച്ചോളൂ. ഹല്ലേലൂയ. ദൈവമില്ലാത്ത ആരാധനകൾ, ദൈവമില്ലാത്ത തീ, ദൈവമില്ലാത്ത കാറ്റ്, ദൈവമില്ലാത്ത ചിലത്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദൈവമില്ലാത്തതിനെ ഏലിയാവ് തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അയാൾക്ക് ഓരോ സ്ഥാനങ്ങളിലും ദൈവം അവിടെ ഓരോ കാര്യങ്ങൾ ഒരുക്കി വെച്ചിരുന്നു. പുതിയ നിയമത്തിനകത്ത് നിങ്ങൾ നോക്കിയേ, ഇല്ലൂരിയ ദേശം വരെ അപ്പോസ്തലനാകുന്ന പൗലോസിന് അവിടെ സ്ഥലങ്ങളും സ്ഥാനങ്ങളും ഭവനങ്ങളും ഏരിയകളും ഒരുക്കി വെച്ചിരുന്നു. ഇല്ലൂരിയ ദേശം വരെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? സഞ്ചരിച്ചു, സഭകൾ സ്ഥാപിച്ചു, 1000-10,000 ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. ഇയാൾ മുൻകൂട്ടി കണ്ടിട്ടാണോ? ഇല്ല. എൻ്റെ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ
അതത് സമയത്ത് വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. നമുക്ക് വേണ്ടിയുള്ളതെല്ലാം എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആരും നിരാശപ്പെട്ടു പോകല്ല. എല്ലാം നൽകി തരുവാൻ, അതത് സമയത്ത് നൽകി തരുവാൻ, വഴികളെ തുറന്നു തരുവാൻ, വാതിലുകളെ തുറന്നു തരുവാൻ, ആവശ്യമായ നന്മകളെ തരുവാൻ ഈ ദൈവം മതിയായവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നിനെ കുറിച്ച് തകരല്. നമുക്കൊരു അപ്പനുണ്ട്. ജാതികളെ പോലെ കലങ്ങേണ്ടവരല്ല നമ്മൾ, ജാതികളെ പോലെ തകരേണ്ടതല്ല നമ്മൾ, ജാതികളെ പോലെ സ്തോത്രം വിചാരപ്പെട്ട് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കേണ്ടതല്ല നമ്മൾ. പിന്നെയോ ഓരോ സെക്കൻഡും പറയണം, ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. എന്റെ നീതിമാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, പറഞ്ഞേ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ജീവിച്ചാലും മരിച്ചാലും എൻ്റെ യേശുവിന്റെ പൈതൽ. അതുകൊണ്ട് സ്തോത്രം വിചാരപ്പെടുന്നതിനാൽ ഒരു മുഴുവൻ കൂട്ടുവാൻ നമുക്ക് കഴിയത്തില്ലെന്ന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഭാഗം ഞാൻ എടുക്കുന്നില്ല. ഈ ഭാഗം ഇപ്പൊ വായിച്ച ബാക്കി ഒന്നുകൂടെ വായിച്ചേ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും, എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറഞ്ഞു, പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അറിയിക്കാത്ര ചെയ്യേണ്ടത്. അടുത്ത് എന്നാൽ കണ്ട സകല ബുദ്ധി, നമ്മുടെ ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ബുദ്ധിക്കകത്തിരിക്കുന്ന സമാധാനമല്ല. നമ്മുടെ ബുദ്ധിക്കൊത്ത സമാധാനം എന്തെന്നാ? എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷം, ഒരു ആശ്വാസം, ഒരു നൃത്തം, ഒരു കളി. അതാണ് നമ്മുടെ ബുദ്ധിക്കൊത്തത്. പക്ഷെ ബുദ്ധിക്കപ്പുറമായി ഒന്നും ഇല്ലാത്തപ്പോഴും സമാധാനിക്കാം. പ്രശ്നം മനസ്സിലാകുന്നുണ്ടോ? മറ്റത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുള്ളൂ. നമുക്ക് ചിലർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ബാങ്കിലൊരു 25 ലക്ഷം രൂപ കിടന്നാൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ കാര്യമാണെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? വീണ്ടും മിച്ചം എത്ര കിടക്കുന്നു? 20 ലക്ഷം ഇല്ലേ? ഉണ്ട്. 5 ലക്ഷം അല്ലേ എടുത്തോളൂ. വീണ്ടും എത്ര കിടക്കുന്നു? അവർക്ക് വേറൊന്നും വലിയ ദുഃഖങ്ങളൊന്നും തോന്നത്തില്ല. 25 ഉണ്ടല്ലോ, 5 അല്ലേ എടുക്കുകയുള്ളൂ എന്ന് ഒരു സന്തോഷമുണ്ട്. പക്ഷേ അവിടെ സന്തോഷിക്കാൻ പറ്റും. പക്ഷേ 25 എന്ന് പറയുന്നത് 25 പൈസ ഇല്ലാത്തടത്ത് നമുക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന് വെച്ചോ, അവിടെ സന്തോഷിക്കാത്തവർക്ക് കഴിയും. അവിടെ സന്തോഷിക്കണമെങ്കിൽ യേശുവിൻ്റെ സന്തോഷമുള്ളവർക്കേ പറ്റൂ. ഹല്ലേലൂയ, ആമേൻ. അതാണ് ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനവും. പ്രശ്നം പൈസ മാത്രമല്ല, പ്രശ്നത്തിനകത്ത്, പ്രതിസന്ധിക്കകത്ത്, പ്രതികൂലങ്ങൾക്കകത്ത് എല്ലാ വഴികളും അടഞ്ഞ് ഇനി എന്ത് ചെയ്യും? പ്രതിസന്ധി, ഒറ്റപ്പെടൽ, ഞരക്കം, സ്തോത്രം, എല്ലാ രീതിയിലും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം, തകരുന്ന ഒരു സാഹചര്യം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടത്തൊരു സാഹചര്യം, സ്തോത്രം. അവിടെ എല്ലാം നിൽക്കുമ്പോൾ ഞാൻ പറയാം, ഒരു ദൈവവൈദ്യൻ്റെ സമാധാനമുണ്ട്. എന്ത് സമാധാനം? ക്രിസ്തുവിനുള്ള സമാധാനം. അത് സ്തോത്രം സകല ബുദ്ധിയും കവിയുന്ന, നമ്മുടെ ബുദ്ധിക്കൊത്ത സമാധാനമല്ല, ബുദ്ധിക്കപ്പുറം. ദൈവം തരുന്ന സമാധാനം ബുദ്ധിക്കൊത്തതല്ല. നമ്മുടെ ബുദ്ധിക്കൊത്ത സമാധാനം നമുക്ക് എന്തെങ്കിലും ഉണ്ടപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷമുണ്ട്. പക്ഷേ നമുക്കൊന്നും ഇല്ലാതിരിക്കുമ്പോഴും വരുന്നൊരു സമാധാനമുണ്ട്, ഒരു ധൈര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സമ്പത്യം കണ്ടിട്ടല്ല, നമ്മുടെ കഴിവോ നമ്മുടെ ആരോഗ്യമോ കണ്ടിട്ടല്ല, ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴും എല്ലാമുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആ കൃപയിൽ ജീവിക്കുന്ന പൈതൽ എപ്പോഴും ഒന്നുണ്ട്, സമാധാനമുണ്ട്. അപ്പോൾ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യില്ലേ? വിചാരപ്പെടല്ലേ. അപ്പോസ്തലൻ പറയുന്നു, സ്തോത്രം, എന്തോന്നാ? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. എന്നാൽ ഇന്ന് അനേക കുടുംബങ്ങൾ എന്തില്ല? സന്തോഷമില്ല. എന്നാൽ സദൃശ്യവാക്യം 25-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിച്ചേ, സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആഴമായ തിരുവചനങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 25-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സദൃശ്യവാക്യങ്ങൾ 23-ന്റെ 25 മുതൽ വായിച്ചേ, 24 മുതൽ വായിച്ചേ, 23-ന്റെ 24 സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 24. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും, ജ്ഞാനിയുടെ ജനകൻ. നോക്കിയാ 23 വായിച്ച, നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുക എത്ര വേണ്ടത്, ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നോക്കിയേ, സത്യം വേണം, പിന്നെ എന്ത് വേണം? ജ്ഞാനം വേണം, പ്രബോധനം വേണം, വിവേകം വേണം. സ്തോത്രം. ഇതൊക്കെ ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. നമ്മുടെ വീട്ടിനകത്ത് ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ഉണ്ടല്ലോ പാപത്തെ വിട്ടു ഓടും. ഹല്ലേലൂയ. ഭവനത്തിനകത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതെല്ലാം ഈ ജ്ഞാനവും പരിജ്ഞാനവും നമുക്ക് എല്ലാ കാര്യവും ദൈവം നടത്തി തരും. അടുത്ത വരി വായിച്ചേ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. കണ്ടോ, നമ്മൾ നീതിമാന്മാരായി ജീവിച്ച നമ്മുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യും? മാതാപിതാക്കൾ എന്ത് ചെയ്യും? മക്കളെ കുറിച്ചുള്ള ആനന്ദം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഭയങ്കര ആനന്ദമാണ്. അതിൽ പറയാം, എന്തോന്ന് ആനന്ദം? മക്കൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ദൈവകൃപയോടെ, പാവത്തിൽ വീഴാതെ, ദൈവഭയത്തോടെ ജീവിച്ച് മാതാപിതാക്കൾ പറയുന്നത് കേട്ട് ദൈവഭയത്തോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. അവരിൽ ഭയങ്കര ആനന്ദം ഉണ്ടാകും.
ചില മക്കൾ അങ്ങനെയല്ല. മാതാപിതാക്കൾ പറയുന്ന കേൾക്കുമ്പോഴേ എന്തു വരും? തല പൊട്ടുന്നു, എണീറ്റ് പോ എന്ന് പറയും. കണ്ടിട്ടില്ലേ? മതി പറഞ്ഞത്, എനിക്കറിയാം അങ്ങനെ ജീവിക്കണമെന്ന്, എനിക്ക് അറിയാം. ചില പറയുന്ന കേട്ടിട്ടില്ലേ? സ്വത്രം. പക്ഷേ ഈ വചനത്തിൽ എന്തെന്ന് പറയുന്നു? വായിച്ചേ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. അടുത്ത വരി. ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. അടുത്ത വരി. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ. അമ്മയപ്പന്മാർ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അമ്മയപ്പന്മാർ മക്കൾ സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? മക്കൾ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിച്ചു പോകുമ്പോൾ ഇതിൽ പര അപ്പനും അമ്മയ്ക്ക് സന്തോഷം വരാൻ വേറെ ഒന്നും ഇല്ല. കുടുംബത്തിനകത്ത് എന്ത് വരും? പറ. മക്കൾക്ക് എന്തുണ്ടാകും? സന്തോഷവും സമാധാനം സ്വസ്ഥത ഉണ്ടാകും. അല്ലെങ്കിൽ സ്വത്രം അനേകം മക്കളുടെ ഈ നമ്മുടെ ചർച്ചിൻ്റെ കാര്യമല്ല, പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങളെ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവർ പറയും എൻ്റെ വീട്ടിനകത്ത് സ്വസ്ഥതയില്ലാത്ത വീടാണ്. അവരവിടെ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ നിങ്ങളോടൊന്ന് പറയും, അമ്മ പപ്പ സ്വത്രം എൻ്റെ ഈ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി ഇങ്ങനെയാണ് പറഞ്ഞ് അവരുടെ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. എപ്പോൾ നോക്കിയാലും ഉടക്ക, എപ്പോൾ നോക്കിയാലും വഴക്ക, എപ്പോൾ നോക്കിയാലും അടിയ, എപ്പോൾ നോക്കിയാലും ഒരു സമാധാനമില്ല, ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല എന്ന് എന്നോട് പറഞ്ഞു. ആ കണക്കിന് നമ്മുടെ വീട് എത്ര സമാധാനമല്ലേ അമ്മ? നിങ്ങളുടെ മക്കൾ നിങ്ങളോടൊന്ന് പറയും. അപ്പോൾ എത്രയോ കുടുംബങ്ങൾ എന്തില്ല? യേശുവും ഇല്ല, പിന്നെ എന്തില്ല? സമാധാനവും ഇല്ല. അപ്പനും അമ്മയും കരച്ചില്ല. കാരണം എന്താ? മക്കൾക്ക് എന്തില്ല? സമാധാനം ഇല്ല. സ്വത്രം. കാരണം കുടുംബത്തിനകത്ത് തകർന്നു കിടക്കയാ. സ്വത്രം. തകർന്നു കിടക്കയാ. ഇന്ന് പണിയണം. ഇന്ന് ഈ വചനം കേട്ട് കഴിയുമ്പോൾ പണിയണം. അടുത്തവർ വായിച്ചേ. നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. കണ്ടോ? എന്ത് വരണമെങ്കിൽ എന്ത് വരും? യേശു അപ്പനിൽ ഹൃദയം കൊടുത്താൽ ആ വീട്ടിനകത്ത് എന്ത് വരും? ആനന്ദം വരും, സന്തോഷം വരും, സമാധാനം വരും, സ്വസ്ഥത വരും. വായിച്ചേ. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കും. നമ്മുടെ കണ്ണിന്റെ ഇമ്പം എന്തെന്നാ? പാവവഴികൾ, മദ്യം, കൂട്ടുകാർ, ലഹരി, ലോകത്തിൻ്റെ മോശമായിട്ടുള്ള സംസാരം, ഇതൊക്കെയാണ് നമ്മളിൽ അനേകർക്ക് ഇമ്പമുള്ളത്. പക്ഷെ കർത്താവ് പറയുന്നത് നിന്റെ ഇമ്പം അതിൽ പോകരുത്. നിന്റെ ഇമ്പം ആരിലായിരിക്കണം? വായിച്ചേ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കണം. ഇമ്പം എന്തോന്നായിരിക്കണം? കർത്താവിൻ്റെ വഴിയായിരിക്കണം ഇമ്പം. അത് കാണുമ്പോൾ അതിലോട്ട് നടക്കാൻ ഇഷ്ടം തോന്നണം. എനിക്ക് എൻ്റെ യേശു മതി. സ്തോത്രം. യേശുവിൻ്റെ വഴി എനിക്ക് മതി. എൻ്റെ കുടുംബ സമാധാനത്തെ കെടുത്തുന്ന, എൻ്റെ സമ്പത്തിനെ തകർക്കുന്ന, എൻ്റെ സ്വസ്ഥതയെ തകർക്കുന്ന, എൻ്റെ മക്കളുടെ ഭാവിയെ തകർക്കുന്ന, എൻ്റെ ശരീരത്തെ രോഗമിടുന്ന പാവ സ്വഭാവങ്ങൾ എനിക്ക് വേണ്ട. എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് തന്ന മക്കളുണ്ട്, എനിക്ക് തന്ന മാതാപിതാക്കളുണ്ട്, എനിക്ക് തന്ന സഹോദരങ്ങളുണ്ട്, എനിക്ക് തന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിനകത്ത് യേശുവിനെ ഞാൻ നോക്കും. എൻ്റെ ഹൃദയത്തെ യേശുവിന് കൊടുക്കും. പാപത്തെ ഞാൻ വിട്ടു തിരിയും. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് വരും. വന്നിട്ട് പറയും, അപ്പച്ചാ, ഇതാ എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തരുന്നു. മാത്രമല്ല എൻ്റെ അപ്പൻ്റെ വഴിയിൽ ഞാൻ ഇമ്പമുള്ളതായി കാണും. ഏതിനാണ് രുചി കൂടുതൽ നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് കർത്താവിൻ്റെ വഴി ഇമ്പമുള്ളതായി തോന്നണമെങ്കിൽ കർത്താവിനെ രുചിച്ച് അറിയണം. പാട്ടുകാരൻ പാടി, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. ഹല്ലേലൂയ. വായിച്ചേ. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കും. അടുത്ത വഴി. വേശ്യസ്ത്രീ ആഴമുള്ള കുഴിയും, വേശ്യ സ്ത്രീ ആഴമുള്ള കുഴിയും,
പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാകും. കിണറുമാകും. അടുത്ത വരി. അവൾ പിടിച്ചു പറിക്കാരനെ പോലെ പതിയിരിക്കുന്നു. അടുത്ത മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. അടുത്ത കഷ്ടം. ആർക്കാണ് കഷ്ടം? ആർക്ക് സങ്കടം? ആർക്കാണ് സങ്കടം? ആർക്ക് കലഹം? വീട്ടിനകത്ത് കലഹം എന്താ കാര്യം? കലഹത്തിന് എന്താ കാര്യം? മൂല കാരണം എന്താ കാര്യം? ആർക്ക് കലഹം? ആർക്ക് സങ്കടം? ആർക്ക് കഷ്ടം? എന്ന് വെച്ചാൽ കയ്യിൽ വരുന്ന ഒന്നും ചില വീടുകൾ കാണത്തില്ല. സ്വത്രം. എന്താ കഷ്ടം? എന്താണ് കലഹം? അടുത്തവർ വായിച്ചേ. ആർക്കാവലാതി? ആർക്ക് അനാവശ്യമായ മുറിവുകൾ? ആർക്ക് കൺചുവപ്പ്? വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. ചിന്തിച്ചു നോക്കിയേ. മദ്യം ഒരാൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ മദ്യം തകർത്ത് കളയും. സ്വത്രം. ആ മദ്യം തകർത്ത് കളയും. ആ മദ്യം കുടുംബത്തെ കുട്ടയ്ക്കും. നമ്മൾ വിചാരിക്കും, ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഒരു പൈസ അവരുടെ കയ്യിൽ കാണത്തില്ല. വരുമ്പോൾ അടിച്ചങ്ങ് വാറായി, കുടിച്ചങ്ങ് പൂസായി. പിന്നെ ഭാര്യയും കാണാൻ പറ്റത്തില്ല, മക്കളെയും കാണാൻ പറ്റത്തില്ല, അപ്പനെയും അമ്മയും ആരെയും കാണാൻ പറ്റത്തില്ല. കണ്ടിട്ടില്ലേ? തലയൊക്കെ ആടി, ചിലപ്പോൾ ശരീരമൊക്കെ മുറിഞ്ഞിരിക്കും. കണ്ടിട്ടുണ്ടോ? ശരീരമെല്ലാം നല്ല ശരീരം വരുന്നതാ, മുറിഞ്ഞ് ചെളിയെല്ലാം പറ്റി നല്ല കുട്ടപ്പനായിട്ടായിരിക്കും പോയത്. തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ചെളിയൊക്കെ പറ്റി. അപ്പോൾ പൈസ ഒന്നുമില്ല. പക്ഷെ ചിലരാണെങ്കിൽ വാങ്ങി അങ്ങ് കൊടുക്കും. അപ്പോൾ അവർ വിചാരിക്കുന്നത് അറിയാമോ, ഞാൻ എന്തോ നല്ല പ്രവൃത്തി. ചിലർ പൈസ ഉണ്ടെങ്കിൽ 10 പേരെ കൂടെ ഇരുത്തി ഒരു 10 കുപ്പി ഇവിടെ എടുത്തെന്ത് ചെയ്യും? അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളെ ഒപ്പം അങ്ങനെ കുടിക്കുന്ന ഒരാളിൻ്റെ ഒപ്പം ബാക്കി 9 എണ്ണത്തിനെയും കൂടെ തുലയ്ക്കുക. അപ്പം 10ൻ്റെയും കൂടെ പാവം എവിടെ കൊണ്ടുവയ്ക്കും? സ്വത്രം. നമ്മൾ ഒരാളിന് വാങ്ങിക്കൊടുത്താൽ, മദ്യമാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ, നാളൊരു സമയം നമ്മളെ മക്കളെ ഇതുപോലെ വിളിച്ചു കൊണ്ടുവന്ന് മറ്റൊരാൾ കൊടുത്ത് കുടിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം അതിൻ്റെ ആഴം. അതിൻ്റെ വേദന വേറെയാ, സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? സ്വഭാവം ഉണ്ടെങ്കിൽ ഈ മദ്യം നമ്മുടെ വീട്ടിൻ്റെ സമാധാനത്തെ കെടുത്തും, നമ്മുടെ മക്കളുടെ ഭാവിയെ കെടുത്തും, ഭാര്യ ഭർത്തൃ ബന്ധം കെടുത്തും. ഭാര്യയെ കാണേണ്ട കണ്ണ് മറ്റൊരാളിനെ കാണും, പരസ്ത്രീയെ നോക്കും, കണ്ണ് ചുവക്കും, കടം വർദ്ധിക്കും, വീട്ടിനകത്ത് എന്തുണ്ടെങ്കിലും തീർന്നുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ? അവസാനം കുത്തുവാളെടുക്കും, വീട് പോകും, കയറി കിടക്കുന്ന വസ്തുവും പോകും, ഓടിക്കുന്ന വണ്ടിയും പോകും. അതുകൊണ്ട് വെച്ചടുത്ത് കുടിക്കണം തോന്നും. അടുത്ത് നമ്മളെ കൂടെ കാണാൻ ഒരുപാട് പേര് കാണും. ധൂർത്തപുത്രനെ നിങ്ങൾ നോക്കിയേ, അപ്പൻ്റെ അടുക്കൽ നിന്ന് അകന്നു മാറിയപ്പോൾ അവൻ്റെ സമ്പാദ്യം മുഴുവനും തീർന്നു. എല്ലാം തീരുന്നത് വരെ കൂട്ടുകാരുണ്ടായിരുന്നു. തീർന്നപ്പോൾ കൂട്ടുകാർ പോയി. അപ്പം നമ്മൾ പറയും, അയ്യോ സിസ്റ്ററെ, നിങ്ങൾ പറഞ്ഞ് 10 പേർക്ക് വാങ്ങി കൊടുത്തല്ലേ കുടിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ലേ കുടിക്കുന്നത്, ആർക്കും കൊടുക്കും, ആർക്കും ഒരു ദോഷം, ഞാൻ ഗുണവുമില്ല ദോഷവുമില്ല. 380 രൂപയ്ക്കോ 550 രൂപയ്ക്കോ 1080 രൂപയ്ക്കോ ഒരു ചെറിയ ബോട്ടിലെടുക്കും, ജോലിയെല്ലാം കഴിയും. വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വണ്ടിയുടെ അകത്ത് വെച്ചിരിക്കും, പതുക്കെ എടുത്തങ്ങ് കുടിക്കുക, അല്ലെങ്കിൽ റാക്കിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു ചരിവ് എടുത്തങ്ങ് കമത്തി. ഇതെങ്ങനെയാണ് സിസ്റ്റർ കണ്ടെന്നല്ലേ? ചരിവ് എടുത്ത് കമത്തി വെച്ചിരിക്കും, മക്കളൊന്നും കാണാതെ പതുക്കെ കസേരയിട്ട് കയറും, ചരിവും പൊക്കിയിട്ട് എടുക്കും. കുറേ അങ്ങ് പച്ചവെള്ളം പോലെ ഒഴിക്കാതെ അങ്ങ് കുടിക്കുക. അകത്തുള്ളെല്ലാം തീർന്നു, കത്തി തീരാറായി. സ്വത്രം. ഒരുപാട് പേർക്ക്, ഒരു പാവവും ചെയ്യാത്തവർക്ക് അകത്തുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി അവർ പെടുന്ന പാട് ഭയങ്കരമാണ്. ഒരു ദിവസം കൂടെ ജീവിക്കാൻ, 2 ദിവസം കൂടെ ജീവിക്കാൻ, ഞാനതങ്ങോട്ട് പോകുന്നില്ല. ജീവിക്കാൻ ഒരുപാട് പേര് ഒന്നും ഉപയോഗിക്കാത്ത, പാപത്തിൻ്റെ വഴിയിലോ മദ്യത്തിലോ ഒന്നിനും ഉപയോഗിക്കാത്ത ഒരുപാട് പേർ ഒരു ദിവസം കൂടെ ജീവിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുമ്പോൾ ആരോഗ്യവും മിടുക്കനുമായവർ എന്തെന്നറിയാമോ, വാങ്ങിക്കൊണ്ടുവച്ച് 2000-3000 രൂപയ്ക്ക് അങ്ങ് കുടിച്ച് അകവും തീർന്നു, കുടുംബത്തിൽ സമാധാനം കെടുത്തി, ശാർത്തിച്ച്, വീടും മാറ്റം പിടിച്ച്, തലമുറകൾ ഇത് കണ്ട് അവരും ഇത് കുപ്പിയിരിക്കുന്ന അപ്പന് വിചാരിക്കുന്നറിയാമോ, മക്കൾ കണ്ടില്ല. സ്വതന്ത്രം. അപ്പൻ വിത്താണോ, മക്കൾ അതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കുന്നവരാ. നമ്മൾ വിചാരിക്കില്ല കുഞ്ഞല്ലേ, അല്ല, അവർ ചിന്തിക്കുകയും ചെയ്യും, അവർ നോക്കുകയും ചെയ്യും, അവർ എടുക്കുകയും ചെയ്യും. ആദ്യം അറിയാതെ പതുക്കെ 2 തുള്ളി അവരെ തൊട്ട്
നാക്കിൽ വെച്ച് നോക്കും. അത് കഴിഞ്ഞ് അവർ ശകലം കുടിച്ചു നോക്കും. പിന്നെ അപ്പനേക്കാൾ അപ്പുറം ഇന്ന് കാണുന്ന സംഭവങ്ങളായത്. അപ്പനേക്കാൾ അപ്പുറം അന്ന് അപ്പൻ അനേകർക്ക് ഒഴിച്ചു കൊടുത്തു. സ്വത്രം. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അപ്പനും മക്കളൊക്കെ ഒരുമിച്ച് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അന്തം വിട്ടിട്ടുണ്ടേ. മക്കൾ അപ്പന് ഒഴിച്ചു കൊടുക്കുന്നു, അപ്പം കുടിച്ചുന്നു, എല്ലാം കൂടെ ഒരു പരുവം തന്നെ. അന്തം വിട്ട ചരിത്രമുണ്ട് എൻ്റെ ജീവിതത്തിൽ. എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കുടിക്കുന്ന എത്ര നേരം അപ്പനും കുടുംബവും തമ്മിൽ, മക്കളും അപ്പനും ഒഴിച്ചു കുടിക്കുക. എന്തൊരു ഹാപ്പി എന്നറിയാമോ? ഞാൻ പറയാം, നിന്റെ ഹാപ്പി ഈ ബോധക്ഷയമുള്ളപ്പോൾ ചീത്തയും വിളിച്ച് അടിയും ഉണ്ടാക്കി ഛർദ്ദിച്ച് നാട്ടിച്ച് വീടും തകർത്ത് തലമുറകളും തകർത്ത് അവരുടെ ഭാവിയും തകർത്ത് നീ അല്പസമയം സന്തോഷിക്കുമ്പോൾ നീ കുറിച്ചു വെച്ചോ, നിന്റെ അടുത്ത ആളുകളിൽ നിന്റെ തലമുറ ഇത് കണ്ടാണ് പഠിക്കുന്നത്. ഞാൻ യേശുവിനായ നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ മക്കളും ആ യേശുവിനെ കണ്ട് യേശുവിനുള്ളത് പഠിച്ച് യേശുവിൽ ജീവിക്കുമ്പോൾ അത് കണ്ട അപ്പനും അമ്മയും ആനന്ദിക്കണം. നമ്മുടെ ഭവനം ഒരു ആരാധനാലയമായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ സ്വഭാവങ്ങൾ മാറട്ടെ. നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് ഒരുപോലും പാപത്തിലേക്ക് പോകാതെ, അരുതരുതാത്ത ഒരു വഴിയിലും പോകാതെ നമ്മുടെ കുടുംബത്തിനകത്ത് വരട്ടെ. ദൈവഹിതപ്രകാരം അത് പോട്ടെ. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ മക്കൾ കുടുംബ സമാധാനം കാണട്ടെ. വീട്ടിനകത്ത് ഉണ്ടാക്കുന്ന ആഹാരം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത് കാണട്ടെ. ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും കഴിക്കുന്നത് സമാധാനത്തോടെ കഴിക്കട്ടെ. കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ. കുടുംബത്തിനകത്ത് സ്വസ്ഥത വരട്ടെ. ഒരു ചിരിയും കളിയും ആനന്ദവും ക്രിസ്തുവിലുള്ള സമാധാനവും പ്രാർത്ഥനയും പാട്ടും ആരാധനയുള്ള ഒരു ഭവനമായി നമ്മുടെ ഭവനം മാറട്ടെ. ഹല്ലേലൂയ. കുടുംബത്തെ കെടുത്തുന്ന ഇത് വേണ്ട. നമ്മൾ വിചാരിക്കും നമ്മൾ സ്വത്രം അല്പം ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കല്ല. വേണ്ട സഹോദരങ്ങളെ, ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ സന്നിധി പറഞ്ഞ് സ്നാനപ്പെട്ട് അപ്പനോട് ചേർന്ന്, അപ്പാ എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു, എൻ്റെ ഹൃദയത്തെ തരുന്നു. ഇനി എൻ്റെ കണ്ണ് അരുതരുതാത്ത ഒരു വഴിയിലും പോകണ്ടപ്പ. അങ്ങേക്കായി ജീവിക്കാം. ഇന്ന് ഒരു 5-6 ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ കസ്റ്റഡിയിൽ ഒന്നും നിൽക്കത്തില്ല. ഒരു 7-8 നോക്കണ്ട. 10 പിന്നെ പിടിച്ചാലും കിട്ടത്തില്ല. നമ്മൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ജനിക്കും, പെട്ടെന്ന് അവർ വളരും. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് നമുക്കിതൊരു സ്വാദായിട്ട് തോന്നാം, ഇന്നൊരു ആനന്ദമായിട്ട് തോന്നാം. പിന്നത്തെതിരെ താഴോട്ട് വായിക്കുമ്പോൾ വായിച്ചേ, അടുത്ത ടക്കനെ വായിച്ചു പോയേ. പാത്രത്തിൽ തിളങ്ങുന്നത് രസമായി ഇറക്കുന്നു, നീ നോക്കരുത്. അവിടെ ആ കുടിക്കുന്നതിന്റെ നടുവിൽ പോലും പോകരുത്. പോയി കഴിഞ്ഞാൽ നിന്റെ ഭാര്യ വീട്ടിൽ, നിന്റെ മക്കൾ വീട്ടിൽ കാണും. വേറൊരു ആളിൻ്റെ ഭാര്യയെ കാണുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കുട്ടിയെ കാണുമ്പോൾ നിന്റെ കണ്ണ് ബോധം ഉണ്ടെങ്കിലേ ആരാണ് എന്താണെന്ന് യേശുപ്പച്ചനെ യഥാർത്ഥമായിട്ട് മുട്ടുമടക്കി സന്തോഷത്തോടെ ടിപ്പായിട്ടായിരിക്കും പോകുന്ന അനേകർ. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ടായിരിക്കും, ചിലപ്പം കൂട്ടുകൂടിയായിരിക്കും കുടിച്ച് കിറങ്ങി തിരിച്ച് വീട്ടിൽ പോകാൻ അറിയത്തില്ല. ഇങ്ങനെ ഇരിക്കും നോക്കുമ്പോൾ ഇങ്ങനെ. ഞാൻ സത്യം പറയുന്നത്. അപ്പോൾ സിസ്റ്ററിന് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിച്ച് അവർക്ക് ബോധം ഉണ്ടാകണ്ടല്ലേ സംസാരിക്കാൻ. സ്വത്രം. അത് സ്വന്തം വീടും ആയിരിക്കത്തില്ല. സ്വത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മനുഷ്യൻ മൃഗമാകുന്ന കണ്ടോ? സുബോധം പോകുന്ന കണ്ടോ? മദ്യമാ. നാട് സമയം നമ്മുടെ മക്കളെ നമ്മൾ വീട്ടിനകത്ത് കാത്തിരുന്നിരുന്നിരുന്ന് മക്കൾ വരാതെ മറ്റൊരാളുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ കുടിച്ച് കിറങ്ങിയിരിക്കും. എന്താകും സ്ഥിതി? ഇന്ന് യേശുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറ, അപ്പാ എനിക്ക് എൻ്റെ അപ്പനായി ജീവിക്കണം, എനിക്കിനി ഇതിനോട്ട് പോണ്ട. ഒരാൾ ഫ്രീ ആയിട്ട് തന്നാലും അല്ല ഞാൻ കഷ്ടപ്പെടുന്ന പൈസയ്ക്കായിരുന്നാലും എനിക്കിത് വേണ്ട. ചില മക്കളൊക്കെ സ്വത്രം വീട് വിട്ടിട്ട് പോയാൽ മതി, ഏതെങ്കിലും രാജ്യത്ത് പോയാൽ മതി. പെൺമക്കളും ആൺമക്കളും കരയുന്ന കാര്യം എന്നറിയാമോ? വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, വീട്ടിനകത്ത് കുടിക്കുന്ന വെള്ളത്തിന് സമാധാനമില്ല, ബഹളം. അവർ പറയും ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി. കാരണം കുടുംബത്തിനകത്ത് സമാധാനമാണ് നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നത്. അവർ കിട്ടാതാകുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നാട് വിടാൻ ആഗ്രഹിക്കും. അതിന് നമ്മൾ ആരിടം കൊടുക്കരുത്. അപ്പൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറയണം, അപ്പാ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്ന മക്കളെ എനിക്ക് തന്ന കുടുംബജീവിതം യേശുവിൻ്റെ കരുത്തിൽ തരുന്നു. അപ്പാ എന്നെ ഞാൻ തരുന്നു. എൻ്റെ പാപ സ്വഭാവങ്ങളെ വെറുപ്പിച്ച് എൻ്റെ അപ്പൻ്റെതാക്കി മാറ്റണം. അടുത്തവർ വായിച്ചേ. ഒടുക്കം അത് സർപ്പം പോലെ ഇപ്പോ സന്തോഷത്തിനാണ് അല്പം. ചിലർ പറയും ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നട്ടലൊക്കെ നല്ല ക്ഷീണം, കാലൊക്കെ നല്ല വേദന, ഒരു തളർച്ച. പിന്നെ ചിലർ പറയും ഒന്നും അറിയാതെ സമാധാനത്തോടെ ഇരിക്കാനാണ് ഞാൻ ശകലം നേരം മയങ്ങിയിരിക്കുമല്ലോ, അതുകൊണ്ടാണ്
പിടിക്കുന്നത്. കർത്താവ് പറയുന്നു, വായിച്ചാ വരി ഒന്നുകൂടെ വായിച്ചേ, ഇപ്പം വായിച്ചേ. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും. അങ്ങനെ കുടിച്ചിട്ട് ഒടുക്കമുണ്ടല്ലോ, സർപ്പം പോലെ അത് കടിക്കും. അടുത്ത് അണലി പോലെ കൊത്തും. അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. കണ്ടോ, ഇതെല്ലാം കഴിയുമ്പോൾ നിന്റെ കണ്ണെന്ന് നേരെയൊന്നും വീട്ടിലെ മിടുക്കിയായിട്ടുള്ള ഭാര്യയായിരിക്കും. അത് രാപ്പകൽ കരഞ്ഞ് 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 ഹൃദയം പൊട്ടി ഇല്ലാത്ത രോഗവും വലിച്ചു വച്ച് തലമുറകൾ അമ്മ കരയുന്നുണ്ട്, തലമുറയും കരയും. അതൊക്കെ ആഹാരം വേണ്ട. വീട് നരകത്തിന് കാളപ്പുറം ഒരാൾ മതി ഒരു വീട്ടിനകത്ത്. ഞാൻ പറയട്ടെ, 4 വിരൽ നീളം ഭർത്താവ് സ്നേഹത്തോടെ ഭാര്യയെ നോക്കി. ക്രിസ്തു വചനത്തിൽ പറഞ്ഞതുപോലെ ഭാര്യ സ്നേഹത്തോടെ ഭർത്താവിനെ കണ്ട്, മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം കണ്ട് അവരെയും സ്നേഹിച്ച്, മാതാപിതാക്കൾ, മക്കൾ, കുടുംബം എത്ര ആനന്ദത്തോടെ ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിച്ച് ജീവിക്കേണ്ട കുടുംബങ്ങൾ ഇന്ന് തകർന്നടിയുമ്പോൾ ഞാൻ പറയട്ടെ, ഇതിന്റെ മൂലകാരണം എന്ത്? 1 യേശുവില്ല, 2 സ്തോത്രം മാനസാന്തരപ്പെടുന്നില്ല, 3 വചനം കേട്ടിട്ടും നമ്മളത് തള്ളിക്കളഞ്ഞ് തിരിച്ചു പോകുമ്പോഴേ സ്തോത്രം നേരെ പോകുന്ന എവിടെയായിരിക്കും? ചിലപ്പോ ദൈവഗീതമല്ലാത്ത വഴിയിലൂടെയായിരിക്കും. പള്ളി വിട്ടിറങ്ങി പോകുമ്പോഴേ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ആ വഴികളെല്ലാം അടയണം, ഇന്ന് ആ ഫ്രണ്ടിലുള്ള വഴികളെല്ലാം അടയണം. ഈ വചനം നമ്മുടെ അകത്തിറങ്ങണം, ജീവിതത്തിനകത്തൊരു വലിയൊരു മാറ്റം വരണം, വചനത്തിന്റെ ശക്തിയാൽ നിറയണം. അങ്ങനെ കർത്താവിനായിട്ട് ജീവിച്ചാൽ ഞാൻ പറയട്ടെ, ഒരിക്കലും തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, ഒരിക്കലും ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. പരിജ്ഞാന പൂർത്തിയിലേക്ക് വചനപ്രകാരം മുന്നോട്ട് പോകണം, ആത്മാവിൽ നിറഞ്ഞു മുന്നോട്ട് പോകണം, ദൈവഭയത്തോടെ മുന്നോട്ട് പോകണം, ക്രിസ്തുവിൽ സന്തോഷിക്കണം. വചനം പറയുന്നു, എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം 1-ാം വചനം മുതൽ വായിച്ചേ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, കണ്ടോ, നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. നമുക്ക് മാനസാന്തരം വരട്ടെ. ജീവനില്ലാത്ത ഒരു പ്രവൃത്തി നമുക്ക് വേണ്ട, ജീവനുള്ള പ്രവൃത്തി വരട്ടെ. ജീവനുള്ള പ്രവൃത്തി ഒരാളിലൂടെ ഉള്ളത്, യേശുവിലൂടെ. ആ ജീവനുള്ള പ്രവൃത്തി വേണം നമ്മളിൽ വരാൻ. എന്നെ കേൾക്കുന്ന പൈതലെ, ജീവനുള്ള പ്രവൃത്തി വരട്ടെ. ജീവനില്ലാത്ത പ്രവൃത്തി നമുക്ക് വേണ്ട, യേശുവിൽ നമുക്ക് മരിച്ചു കൊടുക്കാം. കർത്താവേ, ഞാനത് യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു. ഗലാത്യർ 2:20 ജീവനുള്ള പ്രവൃത്തി വരണമോ? ഞാൻ മരിക്കുന്നിടത്തെല്ലാം ജീവനുള്ള പ്രവൃത്തി വരും. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്തെല്ലാം. ഇന്ന് നമ്മൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഒരു പാപം മാത്രമല്ല, ഏതല്ല ഇപ്പം മദ്യം എന്നൊരു പാപമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പക്ഷെ കോപം ഒരു പാപമാണ്, പക ഒരു പാപമാണ്, വിരോധം ഒരു പാപമാണ്, പിണക്കം ഒരു പാപമാണ്, ആരോടെങ്കിലും പിണങ്ങിയിരുന്നൽ പാപമാണ്, വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത പാപമാണ്, മറ്റുള്ളവരെ സേട്ടനായി കാണാൻ പറ്റുന്നത് പാപമാണ്, പരസ്പരം താഴ്മ ധരിക്കാൻ പറ്റുന്നത് പാപമാണ്. രണ്ടുപേരും ഒരുപോലെ പൊങ്ങി നിൽക്കും, പവനത്തിനകത്ത് വെട്ടു നടക്കും. കാരണം എന്താ? ഒരാളെങ്കിലും താന്നു കൊടുത്ത് അവിടെ പ്രശ്നം ഇല്ല, രണ്ടുപേരും ഒരുപോലെ നിൽക്കും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, സ്വത്രം അഥവാ സ്വത്രം ചില ഭർത്താക്കന്മാർ ചിലടത്ത് ക്ഷമിച്ചു കൊടുക്കണ്ട, പോട്ട് ഭാര്യ ബലഹീന പാത്രം. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, സ്വത്രം ഹല്ലേലൂയ, ഭർത്താവ് കോപിച്ചോ, ഭാര്യ ക്ഷമിച്ചു കൊടുക്കും, നിന്നുകൂടെ പ്രശ്നം പോട്ടെ, തലമുറകൾ വളരുന്നു, കുടുംബത്തിനകത്ത് സ്വസ്ഥത വരട്ടെ, ക്രിസ്തുവിന്റെ കൃപ നഷ്ടപ്പെടല്ലേ, കുടുംബത്തിനകത്ത് യേശു വസിക്കട്ടെ. യേശു ഇറങ്ങിപ്പോകാൻ അനുവദിക്കല്ലേ, ആലയത്തിനകത്ത് നിന്ന് യേശു ഇറങ്ങിപ്പോ അനുവദിക്കല്ലേ, ഭവനത്തിനകത്ത് നിന്ന് യേശു ഇറങ്ങിപ്പോ അനുവദിക്കല്ലേ, നമ്മുടെ അടുക്കൽ നിന്ന് യേശു ഇറങ്ങിപ്പോ അനുവദിക്കല്ലേ. പാപം വന്നാൽ യേശു ഇറങ്ങിപ്പോകും. അതുകൊണ്ട് പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സമാധാനം പ്രാപിച്ചു ആനന്ദത്തോടെ നൃത്തം ചെയ്ത് ആനന്ദത്തോടെ പോകണം. കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും സ്വസ്ഥത വരട്ടെ, ജീവനുള്ള പ്രവൃത്തി വരട്ടെ. ജീവനില്ലാത്ത പ്രവൃത്തി പാപമാണ്. ജീവനുള്ള പ്രവൃത്തി വരണമെങ്കിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണം? ഞാൻ എന്നെ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പച്ചാ, എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവ്, ഞാൻ ഇവിടെ മരിക്കാൻ ഒരുക്കമാണ്. ഈ പാപത്തെ ഏറ്റുപറഞ്ഞ കർത്താവ്, ഞാൻ മരിക്കാൻ ഒരുക്കമാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കും. ഇവിടെ മാത്രമേ പാപം ചെയ്യൂ. സ്വത്രം വിശ്വസിക്കണം. ഞാൻ ക്രൂശിക്കപ്പെട്ട ആളാ. ഓരോ സ്ഥലത്തിലെത്തുമ്പോൾ പ്രശ്നം നമ്മളെ മൂടിയെന്ന് വരുമ്പോൾ, പ്രതിസന്ധി നമ്മളെ മൂടിയെന്ന് വരുമ്പോൾ, പ്രതികൂലം നമ്മളെ മുക്കിയെന്ന് വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഉടനെ നമ്മൾ മുട്ടുമടക്കിട്ട് പറഞ്ഞ, കർത്താവേ യേശുപ്പ, ഞാനിതാ ക്രൂശിക്കപ്പെടുന്നു, അപ്പം ഞാനിതാ മരിക്കുന്നു, അങ്ങ് നിറഞ്ഞ് എന്നിൽ പ്രവർത്തിക്കണമേ. അപ്പോൾ കർത്താവ് പറയുന്നു, നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം വേണം. ഒരു ദൈവ പൈതൽ ജീവനില്ലാത്ത പ്രവർത്തികൾ നമുക്ക് വേണ്ട, ജീവനുള്ള പ്രവർത്തികൾ തന്നെ വേണം. ഏത് പ്രവൃത്തി? ജീവനുള്ള പ്രവൃത്തി. യേശു പ്രസാദിക്കുന്ന പ്രവൃത്തിയാണ് ജീവനുള്ള പ്രവൃത്തി. നമ്മൾ മരിച്ചിട്ട് യേശു നിറഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏത് പ്രവൃത്തി? ജീവനുള്ള പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തില്ല? ജീവനില്ല. കർത്താവിന്റെ ജീവന്റെ പ്രവൃത്തിക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രതിഫലമുള്ളൂ. സ്തോത്രം. യേശു കർത്താവിന്റെ ജീവനിൽ നിറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, സ്തോത്രം, ഞങ്ങൾ എപ്പോഴും മരണത്തിന് ഏൽപ്പിക്കുന്നു, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്തുണ്ട്, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞങ്ങൾ മരിക്കും തോറും
ജീവൻ വ്യാപരിക്കുന്നു. ആ ജീവൻ നിങ്ങളിലേക്ക് പകരുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളിൽ മരണം ഞങ്ങൾ ഓരോ സെക്കൻഡ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. പാപം ചെയ്യാതിരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. താഴാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ക്ഷമിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാനെന്ന ഈഗോ എന്നിൽ വരാതെ ഞാൻ പൊട്ടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നു. എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. ഞാനിതാ വീഴുന്നു. അപ്പാ യേശുപ്പാ, യേശുവേ നിന്തിരു പാദം നമിച്ചേ, നീ മതി നീ മതിയേ, എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ, എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. ഉന്നത ആരാധന ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൻ്റെ മുൻപിൽ വീണിട്ട് നമ്മൾ ആ ഹൃദയത്തെ കൊടുത്തിട്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഭയങ്കര മാറ്റം വരണം. ജീവനില്ലാത്ത പ്രവൃത്തി ഒന്നും വേണ്ട. ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒന്നും വേണ്ട. അപ്പൻ്റെ ശക്തിയാൽ നിറഞ്ഞ് പാപത്തെ വിട്ടുതിരിഞ്ഞ് ദൈവഭയത്തോടെ കിട്ടുന്ന കാലം സന്തോഷിച്ച് ക്രിസ്തുവിൽ ആനന്ദിച്ച് വചനം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ കെരീത്താണെങ്കിൽ കെരീത്ത്, സാരപാത്താണെങ്കിൽ സാരപാത്ത്, പ്രതിസന്ധി ഇവിടെ നടുവാണെങ്കിൽ പ്രതിസന്ധി അവിടെ സാരമില്ല. ഏത് പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള ഉറപ്പോടെ മുന്നോട്ട് പോകണം. അതിൽ പറയുന്ന നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ജീവനില്ലാത്ത പ്രവൃത്തി നമുക്ക് വേണ്ട, ജീവനുള്ളതായി മാറട്ടെ. അടുത്ത ഒരു വായിച്ചേ. ദൈവത്തിങ്കലെ വിശ്വാസം. അടുത്ത 2 ദൈവത്തിങ്കലെ വിശ്വാസം. എന്തോന്നാണ് ദൈവത്തിങ്കലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ? സ്വത്ര ലോകത്തിലുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസമല്ല. ദൈവത്തിങ്കലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്നിൽ യേശു, ഞാനല്ല എൻ്റെ കൂടെ എൻ്റെ യേശുണ്ട്, എന്നിൽ എൻ്റെ യേശുണ്ട്. പിന്നെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ വിശ്വാസം, ദൈവം തന്ന വാഗ്ദത്തങ്ങൾ വിശ്വാസം, സ്വത്രം രക്ഷാകരമായ വിശ്വാസം, യേശുവിൻ്റെ പാപത്തെ ക്ഷമിച്ചു എന്നുള്ള വിശ്വാസം, എൻ്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ള വിശ്വാസം, യേശു വരുമ്പോൾ ഞാൻ യേശുവിനോട് കൂടെ വരുമെന്നുള്ള വിശ്വാസം. മാത്രമല്ല ഓരോ ദൈവ മക്കളെയും പുലർത്തിയ ഒരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ നടത്തും എന്നുള്ള ഒരു വിശ്വാസം. കർത്താവ് യേശുവിലുള്ള വിശ്വാസം വരണം. ഹല്ലേലൂയ. രക്ഷാകരമായ വിശ്വാസം വരണം. 2 വിശ്വാസമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. രക്ഷാകരമായ വിശ്വാസം വരട്ടെ. കർത്താവിലാണ് ഞാൻ മറിഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യവും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നോക്കിക്കൊള്ളും. എൻ്റെ കുടുംബത്തെ ദൈവം നോക്കിക്കൊള്ളും. ഭദ്രമായി സൂക്ഷിക്കും. ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കും. ക്രിസ്തുവിനുള്ള ആനന്ദം കൊണ്ട് നിറയ്ക്കും. കർത്താവ് നരേണ്ടത് തരുവാൻ ശക്തനാണ്. അവിടെ എവിടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ എവിടെ ഈ കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പലരും സ്തോത്രം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നവരാണ്. കർത്താവ് ഇന്ന ഇത്രാം തീയതി ഇത്ര രൂപ വേണം, എന്ത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഭാരപ്പെടേണ്ട. നമ്മൾ കർത്താവിൽ കർത്താവിലാണെങ്കിൽ, രക്ഷാകരമായ വിശ്വാസത്തിലാണെങ്കിൽ, ബാക്കി ഒരു അപ്പനുള്ളത് കൊണ്ട് സ്വത്രം ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യും. രക്ഷാകരമായ ഒരു വിശ്വാസത്തിനകത്താണ് ഒരു പൈതലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള വിശ്വാസമല്ല, രക്ഷാകരമായ വിശ്വാസത്തിനകത്താണ് ഒരു പൈതലുള്ളതെങ്കിൽ ഈ ഭൂമിയിലുള്ളത് ആര് നോക്കിക്കൊള്ളും? കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നമുക്ക് കിട്ടും. വായിച്ചേ അടുത്ത വരി. അടുത്ത സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. സ്നാനങ്ങളെ കുറിച്ചുള്ള എല്ലാവരും സ്നാനപ്പെടണം. സ്നാനപ്പെടാത്ത എല്ലാവരും സ്നാനപ്പെടണം. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് യേശുവിനോട് ചേരാനാണ് സ്നാനം, യേശുവിനോട് ചേരാനാണ് സ്നാനം. സഹോദരങ്ങളെ, ആ സ്നാനം ഒരു അനുഗ്രഹമാണ്. നമുക്കറിയാം, ഷണ്ടൻ സ്നാനപ്പെട്ടു. ആ മനുഷ്യന്റെ സന്തോഷം, അയ്യോ ഇതുവരെ കിട്ടാത്തൊരു സന്തോഷം ആ വേദ പുസ്തകത്തിനകത്ത്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്തുണ്ട്. ഷണ്ടൻ ഇതുവരെയും കിട്ടാത്ത സന്തോഷം ഉണ്ടായി. സ്നാനപ്പെടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു കൃപയുണ്ട്. അത് സ്നാനപ്പെടാത്ത എല്ലാവരും എൻ്റെ അപ്പൻ്റെ മുൻപിൽ വന്ന് സ്നാനപ്പെട്ടപ്പാ, അപ്പനായി ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അപ്പൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞ് മുന്നോട്ട് പോകണം. യേശുവിനോട് ചേരാനാണ് സ്നാനം. അടുത്ത വരി വായിച്ചേ. കൈവെപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈവച്ചാക്കുന്ന കൈവെപ്പാണ് ഇവിടുത്തെ കിടക്കുന്നത്. കൈവെപ്പ്. മരിച്ചവരുടെ പുനരുത്ഥാനം ഞാൻ എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ഈ ഭൂമിയിൽ ഒരാൾ മരിച്ചാൽ എങ്ങനെയാണ് ജീവൻ പ്രാപിക്കുന്നത്, യേശുവിന്റെ വരവ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പ്രസംഗിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത വരി. അടുത്ത നിത്യശിക്ഷാവിധി. കർത്താവിനെ ആരാധിക്കാതെ വചനം വിട്ടുതിരിയുന്നവർക്ക് ശിക്ഷയുണ്ട്. അത് നിത്യ നരകമാണ്. എപ്പോഴും കേൾക്കുന്ന വചനം എന്താണ്, ഞാനതൊക്കെ അങ്ങ് വിടുന്നത്, നരകമാണ്. ആ നരകത്തിനകത്ത് ആരും പോകരുത്. കർത്താവിന്റെ വചനത്തിൽ കർത്താവിൽ നിലനിന്ന് പോയാൽ സഹോദരങ്ങളെ, എല്ലാ കാര്യവും ദൈവം ചെയ്യാൻ ഒരുക്കമാണ്. നമ്മളെ കൊണ്ട് ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അനേകരെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. പക്ഷെ പറ്റുന്നില്ലെങ്കിലും യേശുവിന്റെ മുമ്പിൽ വീണിട്ട് പറയണം, അപ്പച്ച എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ തീരൂ, എനിക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടേ
തീരൂ. എന്നെ ഒന്ന് തൊടണേപ്പാ, എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങ് നിറയണമേ. എനിക്ക് ഈ പാപ സ്വഭാവം വേണ്ടപ്പാ, എനിക്ക് അങ്ങേക്കായി ജീവിക്കണം, എനിക്ക് അതിനു വേണ്ടിയുള്ളൊരു കൃപ, എനിക്ക് അതിനു വേണ്ടിയൊരു ശക്തി, എനിക്ക് അതിനു വേണ്ടിയൊരു ബലം, എനിക്ക് അതിനു വേണ്ടിയുള്ളൊരു അഭിഷേകം എൻ്റെ ദൈവം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയും ആ പ്രാർത്ഥന കേട്ട് നമുക്ക് എന്ത് തരും? ഉത്തരം തരികയും ചെയ്യും, കണ്ണുനീർ ഒപ്പുകയും ചെയ്യും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് മറുപടി തന്ന് ആ ഞരക്കം മാറ്റി, ആ വേദന മാറ്റി, ആ അന്തരീക്ഷത്തെ ഫ്രീ ആക്കി, ആ ജീവിതത്തിനകത്ത് ഏത് പാപത്തെയാണ് ജയിക്കാൻ പറ്റാത്തത് ആ ഭാഗം ജയിച്ച് പുറത്തു വരുവാൻ ദൈവം നമുക്ക് ശക്തി തരും. അടുത്ത വരി വായിച്ചേ. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. ഇതെല്ലാം അടിസ്ഥാനമാണ്, അടിസ്ഥാനം ഇടാതെ. അടുത്ത വരി നാം ക്രിസ്തു നോക്കിയേ, അടിസ്ഥാനം ഇവിടെ ഇത് മാത്രം പറയാതെ, ഇത് മാത്രം ചിന്തിച്ചിരിക്കാതെ അടുത്ത് ക്രിസ്തു എന്ന നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, കണ്ടോ, ആദ്യ വചനം വിട്ട്, അതാണ് മുകളിൽ കൊടുത്ത് ഇത്രയും ആദ്യ വചനം വിട്ട് അടുത്ത് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും പറയുന്നത്, കർത്താവ് പറയുന്നത്, മക്കളെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. എന്താണ് പരിജ്ഞാന പൂർത്തി? അതാണ് കട്ടിയായ ആഹാരമാണത്. പരിജ്ഞാന പൂർത്തി എന്ന് പറഞ്ഞാൽ എന്തോന്നാ? ഓരോ സ്ഥലത്തും ചെന്ന് നിൽക്കുമ്പോൾ ഇവിടെ യേശുവാണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ യേശുവാണെങ്കിൽ എങ്ങനെ സംസാരിക്കും, യേശുവാണെങ്കിൽ എങ്ങനെ ക്ഷമിക്കും, യേശുവാണെങ്കിൽ എങ്ങനെ ഇടപെടും, ഇവിടെ യേശുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ആ പരിജ്ഞാന പൂർത്തിക്ക് വേണ്ടിയുള്ള ദാഹം ഓരോ സ്ഥലത്തും ചെന്ന് നിൽക്കുമ്പോൾ, കർത്താവെ അങ്ങാണെങ്കിൽ ഇവിടെ എങ്ങനെ, അങ്ങാണെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിക്കുക, അങ്ങാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്നൊരു ആകാംക്ഷ. യേശു എങ്ങനെ സംസാരിച്ചു അതുപോലെ സംസാരിക്കുക, യേശു എങ്ങനെ പ്രാർത്ഥിച്ചു അതുപോലെ പ്രാർത്ഥിക്കുക. പരിജ്ഞാന പൂർത്തിയാ. യേശു എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിക്കുക, യേശു എങ്ങനെ സ്നേഹിച്ചു അതുപോലെ സ്നേഹിക്കുക, യേശു എങ്ങനെ മറ്റുള്ളവരെ കരുതി അതുപോലെ കരുതാൻ. എൻ്റെ കർത്താവ് ഞാൻ കരുതുമ്പോഴല്ല, അത് മനുഷ്യന്റെ കരുതലാണ്, അത് ലോകത്തിന്റെ കരുതലാണ്. എന്നാൽ ദൈവത്തിന്റെ കരുതൽ വേണമെങ്കിൽ കർത്താവെ ആ പരിജ്ഞാനത്തിലേക്ക് എനിക്ക് വെത്തണം. യേശുപ്പ, കർത്താവ് യൂദാസിനെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ട്, അതെങ്ങനെ അങ്ങ് സ്നേഹിച്ചു? എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നെ ശപിക്കുന്നവരെ കണ്ടാൽ, എന്നെ മോശമാക്കി പറയുന്നവരെ കണ്ടാൽ എനിക്ക് സ്നേഹിക്കാനുള്ള ശക്തിയൊന്നുമില്ല. പക്ഷെ ഇതാ എന്നെ ഞാൻ തരുന്നു കർത്താവെ, ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് എനിക്ക് വളരണം. ആ പരിജ്ഞാനം കണ്ടോ, ക്രിസ്തു എന്ന തലയോളം എല്ലാത്തിലും വളർന്നു വരണം. യേശുവാണെങ്കിൽ ഇവിടെ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും? ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ നോക്കണം, കർത്താവെ ഇവിടെ അങ്ങാണെങ്കിൽ എന്തായിരിക്കും സംസാരിക്കുക, അങ്ങാണെങ്കിൽ എന്തായിരിക്കും പറയുക, അങ്ങാണെങ്കിൽ എന്തായിരിക്കും ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്യുക, അങ്ങാണെങ്കിൽ അപ്പച്ച ഇവിടെ എങ്ങനെയായിരിക്കും ഇടപെടുക, കർത്താവെ അങ്ങാണെങ്കിൽ ഒരു ചെകിട തടിച്ചപ്പോൾ മറു ചെകിട അങ്ങാണെങ്കിൽ എന്ത് ചെയ്യും, കർത്താവ് താടി രോഗം പറിച്ചു കളഞ്ഞപ്പോൾ അങ്ങാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? നോക്കിയേ, ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കർത്താവെ എനിക്കൊരു പരിജ്ഞാനം തരണം, അതിനു വേണ്ടി ഒരു കൃപ തരണം. എന്നെ കൊണ്ട് ഇതിനൊന്നിനും പറ്റത്തില്ല അപ്പച്ച, എന്നെ കൊണ്ട് നിന്ന് കൊടുക്കാനും പറ്റത്തില്ല കർത്താവ്. ഞാൻ പ്രതികരിക്കും, പക്ഷേ പ്രതികരിക്കുന്ന എന്നെ പ്രതികരിക്കാത്ത ഒരാളാക്കി, ക്രിസ്തു ഉള്ള ആളാക്കി, ക്രിസ്തു യേശുവിന്റെ നിറവിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെന്ന് ആ പരിജ്ഞാന പൂർത്തിക്ക് വേണ്ടി ദാഹിക്കണം. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ഓ സ്തോത്രം, ഇത് കട്ടിയായിട്ടുള്ളതാണ്, ഇത് വിശദീകരിക്കാൻ സമയം പോരാ. സ്തോത്രം, പഴയ നിയമത്തിലേക്ക് എനിക്ക് പോകണം, ഇത് വിശദീകരിക്കാൻ സമയം പോരാ. പരിജ്ഞാന പൂർത്തിയിലേക്ക് വരണം. നമ്മൾ എന്നും ഒരു ശിശുവായിട്ടല്ല, എന്നും പാല് കുടിച്ചോണ്ടല്ല, എന്നും പാല് നിപ്പിളും കുപ്പി കുടിച്ചോണ്ടല്ല, എന്നും ആദ്യ വചനം മാത്രം പറഞ്ഞല്ല, പിന്നെയോ ദൈവത്തിന് സ്തോത്രം, രക്ഷയും മാനസാന്തരവും പാപമോചനം പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കട്ടെ. പിന്നെയോ യേശുവാണെങ്കിൽ എങ്ങനെ നടക്കും, യേശുവാണെങ്കിൽ എങ്ങനെ ജീവിക്കും, യേശുവാണെങ്കിൽ എങ്ങനെ സംസാരിക്കും, യേശുവാണെങ്കിൽ എങ്ങനെ ഇടപെടും, യേശുവാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്, യേശു സ്നേഹിച്ചത് എങ്ങനെ, അതെനിക്ക് പറ്റുന്നില്ലല്ലോ, യേശു ക്ഷമിച്ച എങ്ങനെ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലോ, യൂദാസിനെ അവസാനം വരെ യേശു എങ്ങനെ സ്നേഹിച്ചു, എന്നെ കൊണ്ട് പറ്റുന്നില്ല കർത്താവേ, അതെനിക്ക് പറയണം. അതിന് വേണ്ടിയുള്ള വെമ്പൽ, അതിന് വേണ്ടിയുള്ള ദാഹം. ഹോ ഹല്ലേലൂയ, സ്തോത്രം. ആ പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞിട്ട്, യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞിട്ട് പത്രോസ് വീണ്ടും വള്ളവും മല എടുത്തുകൊണ്ട് പോയി. കർത്താവേ, അവൻ അവിടെ വെള്ളത്തിനകത്ത് മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ കരയിൽ നിന്നൊരു സ്നേഹം ഉണ്ടല്ലോ, അതെനിക്കില്ല അപ്പാ. കണ്ടോ, ഹല്ലേലൂയ. ആ സ്നേഹം, അവൻ അപ്പം വെച്ച് കാത്തു നിൽക്കാൻ, അവന് മീൻ വെച്ച് കാത്തു നിൽക്കാൻ, നമ്മളെ മക്കൾക്ക് വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, കാത്തു നിൽക്കും. എന്നാൽ സ്വത്രം യേശുവിന് വേണ്ടി, യേശുവിൻ്റെ സ്വഭാവം നിറയാൻ ഒന്ന് കാത്തു നിൽക്കുക. എന്നെ കൊണ്ട് കഴിയുന്നില്ല കർത്താവേ. അതുപോലെ അപ്പ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി യേശു ഇങ്ങോട്ട് പറയും, പക്ഷെ അത് കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല കർത്താവേ. പിതാവ് അങ്ങനെയായിരുന്നു, പുത്രൻ പറയുന്നത് പിതാവ് കേൾക്കും, പിതാവ് പറയുന്നത് പുത്രൻ കേൾക്കുമായിരുന്നു ചെയ്തത്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല, നമ്മൾ ധൃതിക്കാരാണ്, നമ്മൾ ഇറങ്ങി ഓടും. കർത്താവേ, ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് ഓടാം. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ വരി. വായിച്ചേ. നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അടുത്ത്, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും. കണ്ടോ, അതിന്റെ തൊട്ട് മുമ്പ് ഒന്നുകൂടെ വായിച്ചേ. നാം നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അടുത്ത വാക്ക്, ദൈവം അനുവദിക്കുന്ന പക്ഷം. ഞാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അനുവദിച്ചാലേ ആ പൂർത്തീകരണമുള്ളൂ. കണ്ടോ, അല്ല എൻ്റെ കഴിവുകൊണ്ട് ആ പൂർത്തീകരണം
കണ്ടോ അപ്പോസ്തലൻ പറയുന്നുണ്ടോ, ദൈവം അനുവദിച്ചാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ശക്തി കൊണ്ടൊന്നും അവിടെ ഈ പരിജ്ഞാനം വരത്തില്ല. ബാക്കി എല്ലാം എവിടെ കൂടെയൊക്കെ പോയാലും പരിജ്ഞാനം വരണമെങ്കിൽ ആരുടെ ശക്തി വരണം? ദൈവത്തിന്റെ ശക്തി വരണം. അപ്പോ ദൈവം അനുവദിക്കുന്ന പക്ഷം ഒന്നുകൂടെ വായിച്ച വരി. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. പ്രകാശനം ലഭിച്ചു മതി. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ, ആ പരിജ്ഞാനം പൂർത്തി ആഗ്രഹിച്ച ഒരു പൈതൽ നടന്നാൽ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലായിടത്തും ആത്മാവിനാൽ നിറച്ച് സ്വത്ര ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 26-ന്റെ 1 മുതൽ ടക്കനെ വായിച്ചേ. അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പൊ അടുത്ത് ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചെന്തെന്നാൽ, കണ്ടോ യഹോവ പ്രത്യക്ഷനായി. കണ്ടോ ഹല്ലേലൂയ. എവിടെയല്ല ആ പരിജ്ഞാന പൂർത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ഓടുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് പുതിയ നിയമവചനമാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും പഴയ നിയമത്തിൽ ഒരു ആഴം ഞാൻ പറയുകയാണ്. പോകുന്നിടത്തെല്ലാം ആമേൻ അപ്പനായി അമ്മയായി സ്നേഹിതനായി തുണയാളിയായി കൂടെ ഇരുന്ന് നമ്മെ പഠിപ്പിക്കുവാൻ ആ സ്തോത്രം ദൈവം അനുവദിക്കുന്ന പക്ഷം ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് എത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. തളർന്നു പോകല്. അവിടെ ഇറങ്ങി വന്ന് ആരും ഇല്ലെങ്കിലും ഈ ആരെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ദൈവം പ്രാർത്ഥിക്കുന്ന മക്കളുടെ അടുക്കൽ ഇറങ്ങി വരും. വായിച്ചേ. നീ മിസ്രൈമിലേക്ക് പോകരുത്. കണ്ടോ കർത്താവ് ഇറങ്ങി പറഞ്ഞു, നീ മിസ്രൈമിലേക്ക്, നിനക്ക് ക്ഷാമമുണ്ട്, നിനക്ക് പ്രതികൂലമുണ്ട്, നീ തളരരുത്. കണ്ടോ നിനക്ക് ക്ഷാമമുണ്ട്, ഇപ്പോ പ്രശ്നമുണ്ട്, നിനക്ക് സാമ്പത്തിക സ്വത്ര ഇടപാടുകളിൽ ഞെരുക്കമുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്ത് ചെയ്യണം അറിഞ്ഞോ നീ ഞരങ്ങുകയാണ്. പക്ഷെ നീ പേടിക്കണ്ട. എന്റെ മുമ്പിൽ തന്നെ നീ ഇരുന്നാ മതി. നീ ഇവിടെ തന്നെ പാർത്താ മതി. വിശ്വാസത്തോടെ പാർത്താ മതി. ആമേൻ. നീ ഇവിടെ വിട്ട് പോകല്ലേ. ആമേൻ. ഇസഹാക്കിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിലെ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മോനെ നീ പോകരുത്, നീ ഇവിടെ തന്നെ ഇസഹാക്കേ, നീ ഇവിടെ തന്നെ കാത്തിരുന്നോ. ആമേൻ. നീ ഒരിടത്തും പോകരുത്. സ്തോത്രം. അടുത്ത് വായിച്ചേ. 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചെന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. ഞാൻ നിന്നെ എവിടെ കൽപ്പിക്കുന്നു? ഇന്നത്തെ ഈ ക്ഷാമം നോക്കി, ഇന്നത്തെ ഈ കഷ്ടപ്പാട് നോക്കി, ഇന്നത്തെ ഈ ബുദ്ധിമുട്ട് നോക്കി, ഇന്നത്തെ ഈ ഞരക്കം നോക്കി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അല്പസമയം കൂടെ ഉള്ളൂ. ഇന്നത്തെ ഈ ഞരക്കം നോക്കി നീ പതറി ഹൃദയം പൊട്ടിത്തകർന്ന് നീ മറ്റെങ്ങോട്ടും പോകരുത്. നീ ഇവിടെ തന്നെ പാർത്താ മതി. നീ എന്റെ കൂടെ ഇരുന്നാ മതി. എന്റെ കൃപയിൽ നിറഞ്ഞാ മതി. നീ എന്റെ ശബ്ദം കേട്ടാ മതി. നിനക്ക് ആവശ്യമുള്ളതല്ല അതത് സമയത്ത് എവിടെയും നിനക്കെതിരെ വരുന്ന അന്ധകാര ശക്തികളെ തകർത്ത് ഇരുട്ടിന്റെ പോരുകളെ ഉടച്ച് നിന്നെ ജയത്തോടെ നടത്തുക ഞാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവ് തള്ളിക്കളയുന്ന ദൈവമല്ല. അടുത്ത വാക്യം വായിച്ചേ. ഈ ദേശത്ത് താമസിക്കാം. കണ്ടോ ഈ ദേശത്ത് താമസിക്കാം. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന്. കണ്ടോ ഞാൻ നിങ്ങൾ വിശ്വസ്തയോടെ ആ പരിജ്ഞാന പൂർത്തിക്ക് വേണ്ടി എൻ്റെ അപ്പന്റെ സന്നിധിയിലേക്ക് നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ പറയാം, വേറെ ഒന്നും നോക്കണ്ട. എവിടെയൊക്കെ എന്തൊക്കെ വേണോ അവിടെ എല്ലാം ദൈവം തരുവാൻ കൂടെ ഇരിക്കാൻ മതിയായവനാണ്. പ്രശ്നം വരുമ്പോൾ നീ ഓടല്. പ്രതിസന്ധി വരുമ്പോൾ ഈ പരിജ്ഞാന വചനം വിട്ട് ഓടല്. നീ വിശ്വാസത്തിൽ അടി ഉറച്ചോളണം. ധൈര്യത്തോടെ പറയണം, ഞാനല്ല ഇവിടെ യേശു ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും അത് മാത്രം മതി. ദൈവത്തിന് സ്വത്രം. ആമേൻ. 40 ദിവസമായപ്പോ യേശുവിന് വിശന്നു. അവിടെ സാത്താൻ പരീക്ഷിക്കാൻ വന്നു. ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? ആ കല്ലെങ്കിൽ കല്ല് അപ്പമാക്കി തരാൻ പറയൂലേ. സ്വത്രം. യേശുവാണെങ്കിൽ എന്ത് ചെയ്തു? അപ്പവും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. പിന്നെ എന്തെന്ന് പറഞ്ഞു? വചനമെന്ന് അപ്പം ഭക്ഷിച്ച് ബലപ്പെട്ടു. അത് മതി. കണ്ടോ. എന്നാലും ഞാൻ എവിടെ വിട്ട് അപ്പൻ പറഞ്ഞ സ്ഥലം വിട്ട് ഇരിക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കും. അപ്പന്റെ ശബ്ദത്തിന് അപ്പുറം പ്രതികരിക്കത്തില്ല. ഞാൻ അപ്പനായി ഓടും. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്, നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്, നിന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്, നിന്നെ തള്ളി കളയത്തില്ല. ഒരിടത്ത് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച. അടുത്ത വാക്യം നീ ഇവിടെ തന്നെ പാർത്തു കൊടുക്കുക. അടുത്ത വാക്യം ഈ ദേശത്ത് താമസിക്കാം. ഈ ദേശത്ത് തന്നെ കർത്താവിന്റെ കൃപയിൽ നിറഞ്ഞ് ഹല്ലേലൂയ താമസിക്കുക. അടുത്ത വരി. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നത്തിരിക്കുന്ന പൈതലെ, കർത്താവിന്റെ കൂടെ പരിജ്ഞാന പൂർത്തിയിലേക്ക് ഓടുന്ന പൈതലിനെ ഉറപ്പായിട്ട് ആരനുഗ്രഹിച്ചോളൂ? ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മനുഷ്യൻ എന്തോ പറയട്ടെ, ദേശം എന്തോ പറയട്ടെ, പട്ടണം എന്തോ പറയട്ടെ, അതിലോട്ട് നോക്കരുത്. നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. വിളിച്ച ദൈവം ആരാ? വിശ്വസ്തൻ തന്നെ. ആ കർത്താവ് വഴി നടത്തുവാൻ സ്വന്തമെന്ന് ചൊല്ലിക്കൊള്ള ഉമ്മை விட யாரும் இல்ல, சொத்து என்று அள்ளிக்கொள்ள உண்மை அன்றி யாரும் இல்ல.
യേശുവാ യേശുവാ എനക്കെല്ലാം യേശുവാ 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 എനക്കെല്ലാം യേശുവാ സ്വന്തമെന്ന് പറഞ്ഞിടുവാൻ ഡാഡിയല്ല താരുമില്ല സ്വത്ത് എന്ന് ചേർന്നിടുവാൻ അപ്പനല്ല താരുമില്ല യേശുവാ യേശുവാ എനിക്കെല്ലാം യേശുവാ 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 എനിക്കെല്ലാം യേശുവാ 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 എനിക്കെല്ലാം യേശുവാ 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 എനിക്കെല്ലാം യേശുവാ സ്വന്തമെന്ന് പറഞ്ഞിടുവാൻ ഡാഡിയല്ല ആരുമില്ല സ്വത്തു എന്ന് ചേർന്നിടുവാൻ അപ്പനല്ല ആരുമില്ല യേശുവാ യേശുവാ എനിക്കെല്ലാം യേശുവാ 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 എനിക്കെല്ലാം യേശുവാ ഹല്ലേലൂയ എല്ലായിടത്തും നടത്തുവാൻ ഈ യേശു മതിയായവനാണ്. അടുത്ത വാക്യം വായിച്ചേ. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അടുത്ത വരി. അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കണ്ടോ, അബ്രഹാം എന്റെ കൽപ്പനകളെല്ലാം പ്രമാണിച്ചു, എന്റെ വചനത്തിൽ നടന്നു, എന്നിൽ നടന്നു. അതുകൊണ്ട് അവൻ അവിടെ ഒന്നിനും ഒരു കുറവും വന്നില്ല. അടുത്ത വരി വായിച്ചേ. പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇസ്ഹാക്ക് ഗെരാരിൽ പാർത്തു. അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പോയില്ല. കഷ്ടത ഉണ്ടായി, പട്ടിണി ഉണ്ടായി, പ്രശ്നമുണ്ടായി, പ്രതിസന്ധി ഉണ്ടായി. ഇസ്ഹാക്ക് പറഞ്ഞില്ല, എന്റെ അപ്പൻ പറയുന്നിടത്ത് ഞാൻ താമസിക്കൂ, എന്റെ അപ്പൻ തരുന്ന ഞാൻ തിന്നും, എന്റെ അപ്പൻ തരുന്ന അഭിഷേക തൈലം ഞാൻ കുടിക്കും, എന്റെ അപ്പൻ തരുന്ന വചനമെന്ന മന്ന ആ ഭക്ഷണം ഞാൻ ഭക്ഷിക്കും. ക്രിസ്തു എന്ന തലയോളം വളരാൻ ഇന്ന് ഇതിനകത്ത് ആഗ്രഹിക്കുന്ന പൈതലെ കർത്താവ് എവിടെ ആക്കിയാലും അവിടെ ഇരുന്നു കൊണ്ട് ധൈര്യത്തോടെ പറ, എന്റെ അപ്പൻ എന്നെ ആക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ ഇരുന്ന് വിശ്വസ്തയോടെ മുന്നോട്ട് പോകും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവ് സ്തോത്രം മതിയായവനാണ്. ആ കർത്താവ് വിശ്വസ്തനാണ്. അടുത്ത വാക്യം വായിച്ചേ. അങ്ങനെ ഇസ്ഹാക്ക് ഗെരാരിൽ പാർത്തു. ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എന്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന്. റിബേക്ക എങ്ങനെയുള്ളതായിരുന്നു? ഭയങ്കര സുന്ദരിയാ. അടുത്ത വരി. ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടത്. ഈ മനുഷ്യൻ വിചാരിച്ചു, എന്നെ കൊന്നിട്ട് ആരെ കൊണ്ടുപോകും? അവളെ കൊണ്ടുപോയാലും കുഴപ്പമില്ല, എന്നെ കൊല്ലില്ലേ? സത്യം, ഇത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നും. അവളെ കൊണ്ടുപോയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ജീവൻ. നമ്മൾ എന്തോന്നാ പറയുന്നത്? നമ്മളെക്കാളും അധികം നമ്മൾ പലരെയും ഇല്ല, നമ്മൾ നമ്മളെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ പറയും നമ്മളെ മക്കളെയാണ്. അത് ഇല്ല, നമ്മളെ ജീവിതത്തിനകത്ത് വരുമ്പോൾ മനസ്സിലാവും. അല്ല, ഈ മനുഷ്യൻ കല്യാണം കഴിഞ്ഞപ്പോൾ പറഞ്ഞ, എടി നീ ഇല്ലാതെ ഞാൻ ഇവിടെ പ്രശ്നം വന്നവൻ പറയും, നിസ്സാര കാര്യം വന്നേ പറയുകയാണ്, അവളെ കൊണ്ടുപോയാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെട്ടാൽ. ഒന്നുകൂടെ വായിച്ചേ. അവൾ എന്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എന്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു. ഒരു പേടി. ഭാര്യ എന്ന് പറഞ്ഞാൽ ഇയാളെ കെട്ടിയിട്ടായിരുന്നല്ലോ അവളെ കൊണ്ടുപോകും. അതുകൊണ്ട് എന്തായാലും ഭാര്യ എന്ന് പറയാതെ സഹോദരി എന്ന് പെങ്ങളെന്ന് പറഞ്ഞു. അടുത്തവർ വായിച്ച്. അവൻ അവിടെ ഏറെക്കാലം പാർത്ത ശേഷം ഫെലിസ്തീനയുടെ രാജാവായ അബീമേലെക്ക് കിളിവാതിൽക്കൽ കൂടി നോക്കി ഇസ്ഹാക്ക് തന്റെ ഭാര്യയായ റിബേക്കയോട് കൂടെ വിനോദിക്കുന്നത് കണ്ടു. അബീമേലെക്ക് ഇസ്ഹാക്കിനെ വിളിച്ചു, അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം, പിന്നെ എന്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെ എന്ന് ചോദിച്ചതിന് ഇസ്ഹാക്ക് അവനോട്, അവളുടെ നിമിത്തം മരിക്കാതിരിപ്പാൻ ആകുന്നു. കണ്ടോ, ഇവള് കാരണം ഞാൻ മരിക്കാൻ. നമ്മളൊക്കെ പലരും പറയുന്നത് എന്താണ്? എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ചുമ്മാ സഹോദരങ്ങളെ,
വചന തെളിവ് കിടക്കുന്നില്ല, ജീവിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഘട്ടമാകുമ്പോൾ അവരവരുടെ ജീവനെ രക്ഷിക്കാനേ വേറെ ആരും എന്ത് ചെയ്തില്ല, അവരവരെ രക്ഷിക്കാൻ നോക്കും. വായിച്ചേ അടുത്ത വരി. ആകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അബീമേലെക്ക്, നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോട് കൂടെ ശയിപ്പാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അബീമേലെക്ക് ഈ പുരുഷനെയോ അവന്റെ ഭാര്യയോ തൊടുന്നവനും മരണശിക്ഷ ഉണ്ടാകും എന്ന് ഉടനെ വിളിച്ചു പറഞ്ഞു. ഇവനെയും തുടരുത്, ഇവളെയും തുടരൽ, ആരെയും തൊട്ടാ മരണശിക്ഷ. കണ്ടോ അടുത്ത വരി. സകല ജനത്തോടും കൽപ്പിച്ചു. സമാധാനമായി, മറ്റവരെ തൊടുകയില്ല. അടുത്ത വരി. അവിടെ ഭയങ്കര പ്രശ്നം നിറഞ്ഞു കിടക്കുക, ക്ഷാമം നിറഞ്ഞു കിടക്കുക. സ്വത്രം ഒരു രീതിയിലും വിതയ്ക്കാൻ പറ്റത്തില്ല. വിതയ്ക്കുന്ന സീസൺ അല്ല, ഓരോ സീസണുണ്ട് അല്ലേ, വിതയ്ക്കുന്ന ഓരോ സീസണുണ്ട്. പക്ഷെ വിതയ്ക്കുന്ന സീസൺ അല്ല. പക്ഷേ അങ്ങനെ ഒരു കൽപ്പന കിട്ടിക്കഴിഞ്ഞപ്പോ ഇസഹാക്ക് എന്ത് ചെയ്യുന്നറിയാമോ? വിശ്വാസത്തോടെ എന്ത് ചെയ്തു? ഒന്നുകൂടെ വായിച്ചേ. ആ ദേശത്തങ്ങ് വിതച്ചു. കാരണം ദൈവം പറഞ്ഞു, മക്കളെ ഇവിടെ വിട്ട് പോകരുത്, നീ വിതച്ച മാത്രം. ഇന്ന് ഇതിനകത്ത് നീ വിശ്വാസത്തോടെ പറ. ഞാൻ ഭൗതികമല്ല പറയുന്നത്, ആത്മീയമാണ് ഉദ്ദേശിക്കുന്നത്. ഭൗതിക ആവശ്യമുള്ളവർ, അത്രയും ഞെരുങ്ങിയിരിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തോന്നി നിങ്ങളും പ്രാർത്ഥിച്ചോ. ആത്മീയം കൂടെ പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത്. കർത്താവ്, എനിക്ക് ഞെരുക്കമുണ്ട്, പക്ഷെ ഇവിടെ ഇരിക്കാൻ എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൻ്റെ അടുക്കൽ ഞാൻ വിശ്വാസത്തോടെ ഇരിക്കുകയാണ്. എൻ്റെ കർത്താവ് ഭൗതികമായിട്ടുള്ള ഞെരുക്കങ്ങൾ മാറ്റാൻ ഒരുക്കം അപ്പൻ മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം കർത്താവ് എന്ന തലയോളം, ക്രിസ്തു എന്ന തലയോളം വളരാൻ, ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് പോകുവാൻ എൻ്റെ ശക്തി കൊണ്ട് പറ്റത്തില്ല. ഞാനിതാ വിതയ്ക്കുന്നു. ഞാൻ വിശ്വാസത്തോടെ അങ്ങ് പറഞ്ഞ വചനപ്രകാരം ജീവിക്കാൻ അങ്ങിൽ ഞാൻ നിറയുന്നത്. മരിച്ചിരുന്നോ അങ്ങനെ നിറയുക. ഇന്ന് പകൽക്കാലം ആർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ട്? കർത്താവേ, ഇതാ ഞാൻ അങ്ങ് ഏൽപ്പിച്ചിരുന്നു. ഞാൻ തകരാൻ ഒരുക്കമാണ്, ഞാൻ ഉടയാൻ ഒരുക്കമാണ്, ഞാൻ മരിക്കാൻ ഒരുക്കമാണ്, ഞാൻ വിട്ടുതരാൻ ഒരുക്കമാണ്, ഞാൻ താഴാൻ ഒരുക്കമാണ്, ഞാൻ ക്ഷമിക്കാൻ ഒരുക്കമാണ്, ഞാൻ മുട്ടുമടക്കാൻ ഒരുക്കമാണ്, ഞാൻ വീഴാൻ ഒരുക്കമാണ്. യേശുവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം കാണട്ടെ. കർത്താവെ, ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് പോകണമെങ്കിൽ എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ദൈവം അനുവദിച്ചാലേ പറ്റൂ, ദൈവം കൃപ പകർന്നാലേ പറ്റൂ, ദൈവം അവിടെ പ്രവർത്തിച്ചാലേ പറ്റൂ. അബ്രഹാം വേറെ ഒന്നും നോക്കിയില്ല, അവൻ അവിടെ തന്നെ പാർത്തു. ക്ഷാമമെങ്കിൽ ക്ഷാമം, കഷ്ടതെങ്കിൽ കഷ്ടത, പ്രതികൂലെങ്കിൽ പ്രതികൂലം. എൻ്റെ ദൈവത്തെ വിട്ട് ഞാൻ ഒരിടത്തും അങ്ങ് വിട്ടെങ്ങും പോകയില്ല. ഞാൻ അങ്ങേ വിട്ടെങ്ങും പോകയില്ല. ഞാൻ അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും. ഞാൻ സത്യസാക്ഷിയായി ജീവിക്കും. ഞാൻ അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും. ഞാൻ സത്യസാക്ഷിയായി ജീവിക്കും. ഞാൻ നിൻഹിതം ചെയ്യുവാൻ അങ്ങെപ്പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങെപ്പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയിടും സ്നേഹത്തേക്കാ ലോകം നൽകിയിടും സ്നേഹത്തേക്കാ അമ്മയേകിടും സ്നേഹത്തേക്കാ ലോകം നൽകിയിടും സ്നേഹത്തേക്കാ. ഇസഹാക്ക് പാർത്ത ദേശത്ത് ഒരുപാട് പ്രശ്നമുണ്ടായി. നമ്മൾ അനേകരെ നമ്മുടെ ഭവനത്തിനകത്ത് ചില വിഷയങ്ങൾ വരുമ്പോൾ ഇറങ്ങി ഓടണമെന്ന് തോന്നും. ദൈവത്തിന് സ്തോത്രം, ജീവിക്കേണ്ടെന്ന് തോന്നും. സ്തോത്രം. ഇതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില സന്ദർഭത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതീക്ഷിക്കുന്ന ഒന്നും നടക്കാതെയൊക്കെ വരുമ്പോൾ തകർന്ന് തരിപ്പണമാകും. ഇതാ ഇസഹാക്കിൻ്റെ ജീവിതത്തിനകത്ത് പ്രശ്നം വന്നു. അന്ന് ഇസഹാക്കിൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങി പറഞ്ഞു, ഇസഹാക്കേ, നീ ഇവിടം വിട്ട് വേറെ ഒരിടവും പോവല്ലേ, നീ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നോ, ഞാൻ നിനക്ക് വേണ്ടിയുള്ളത് ഒരുക്കും. നീ എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന്, നീ പേടിക്കരുത്, നീ പേടിച്ചോടരുത്, നീ ഈ പ്രശ്നം കണ്ട് പേടിക്കരുത്. ഈ പ്രതിസന്ധി, ഈ പ്രതികൂലം, ഈ ഒറ്റപ്പെടൽ, ഈ ഞരക്കം, ഈ കണ്ണീര്, ഈ ഭാരം കണ്ടോടരുത്.
കണ്ടോടരുത്, നീ ഓടരുത്. ഓ, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്. ഞാൻ പറയുന്നത് പോലെ നീ ഇരുന്നാൽ മതി. ഞാൻ പറയുമ്പോൾ നീ എഴുന്നേറ്റാൽ മതി. ഞാൻ പറയുന്നത് നീ ഭക്ഷിച്ചാൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇന്ന് ഇതിനകത്ത് കർത്താവ് സംരക്ഷണം ഏറ്റെടുക്കാൻ വിശ്വസ്തനായി നമ്മുടെ കൂടെ ഉണ്ട് സഹോദരങ്ങളെ. നമ്മളെ കൊണ്ടൊന്നിനും കഴിയത്തില്ല. യേശുവിനൊന്ന് വിട്ടുകൊടുക്കാമെങ്കിൽ ആ കർത്താവ് നമ്മളെ സൂക്ഷിക്കാൻ വിശ്വസ്തനാണ്. പതരണ്ട, തകരാൻ ദൈവം അനുവദിക്കത്തില്ല, താളടിയാകാൻ ദൈവം അനുവദിക്കത്തില്ല, ശത്രുവിന്റെ കയ്യിൽ തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. പിശാച് പല കെണികൾ ഒരുക്കുമ്പോൾ തട്ടിക്കളിക്കാൻ, തട്ടിപ്പറിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഒരിക്കൽ പിശാച് 6000 ഭൂതങ്ങൾ ഒരുമിച്ച് ഒരു സഹോദരൻ, 6000 ഭൂതങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. യേശുവിൻ കൂടുള്ള വാസം ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്ന ഭയമില്ലയേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, ഒരു ചെറുപ്പക്കാരൻ 6000 ഭൂതം ആ മനുഷ്യൻ്റെ അകത്തം കയറി. പിന്നെ സ്വസ്ഥതയുണ്ടോ? ഒരു വശത്ത് മദ്യം, ഒരു വശത്ത് അടി, ഒരു വശത്ത് വെട്ട്, ഒരു വശത്ത് വാളും കൊണ്ടേ നടക്കൂ. സുബോധമില്ല, എന്ത് ചെയ്യുന്നെന്ന് അറിഞ്ഞുകൂടാ. സ്തോത്രം. എത്രണ്ണം? 6000. അപ്പനും അമ്മയും അയാൾക്ക് തിരിച്ചറിയത്തില്ല. കാരണം 6000 ഭൂതം പിടിച്ച ആളിന് അപ്പനെ എങ്ങനെ അറിയാം, അമ്മയെ എങ്ങനെ അറിയാം? അപ്പനെ ഉപദ്രവിക്കുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു. അപ്പനും അമ്മയും നല്ല രീതിയിൽ നോക്കി, ഇവനെ രക്ഷിക്കാൻ പറ്റിയില്ല. വീടും ഇടിച്ച് പൊട്ടിച്ച്, വാതിലും ഇടിച്ച് പൊട്ടിച്ച് ഒരു പക്ഷേ ഇറങ്ങി ഓടിയത് എവിടെയാണ്? സ്തോത്രം. പാറകളിലും വനങ്ങളിലും കല്ലറത്തോട്ടങ്ങളിലും ഓടി സ്വന്തമായിട്ട് ഇടുക്കിയ ശരീരത്തെ. കാരണം ദുർഭൂതം കയറിയാൽ സ്വന്തമായിട്ട് ഇടിക്കും, മറ്റുള്ളവരെയും ഉപദ്രവിക്കും. ശരീരത്തെ സ്വന്തമായിട്ട് പിടിക്കും, പിന്നെ മറ്റുള്ളവരെയും ഉപദ്രവിക്കും. ഇതാരാണ്? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആത്മാവ് ആരാണ്? സ്വന്തമായിട്ട് ഇടിക്കുന്ന ആത്മാവ് ഏതാണ്? പരിശുദ്ധാത്മാവല്ല, പിന്നെ ഒരു മനുഷ്യൻ്റെ ആത്മാവും അല്ല അത്. നിങ്ങൾ നോക്കിയേ, ദൈവത്തെ കണ്ടുമുട്ടാത്ത ഹൈന്ദവരായ എത്രയോ സഹോദരങ്ങളുണ്ട്. സ്വത്രം. അവർക്ക് യേശു ഇല്ലെന്നേ ഉള്ളൂ. യേശുവില്ലാതെ സ്വർഗത്തിൽ പോകാനും പറ്റത്തില്ല. യേശു ഉണ്ടെങ്കിലേ പോവും. പക്ഷേ അവരിൽ എത്രയോ പേർ മനുഷ്യ സ്നേഹമുള്ളവർ, ആരെയും വേദനിപ്പിക്കാത്തവർ, ആരെയും ഒരു തരി പോലും സ്വർഗത്തിൽ പോകില്ല അത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഉണ്ടെങ്കിലേ പോവും. ഒരു തരി പോലും വിട്ട് വേദനിപ്പിക്കാത്തവർ, എല്ലാം സഹായിക്കുന്നവർ, ഒരു പാപത്തിലേക്കും പോകാത്തവർ എത്രയോ പേരുണ്ടെന്നറിയാമോ? കുടുംബത്തിൽ അടി ഉണ്ടാക്കാത്ത, പിണക്കം ഉണ്ടാക്കാത്ത, മദ്യപിക്കാത്ത. സ്തോത്രം. ഒരുപാട് പേരുണ്ട്. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇവിടെ ഇതാ ഒരു മനുഷ്യൻ 6000 ഭൂതം പിടിപെട്ടു, സ്വസ്ഥത പോയി. അമ്മയും അപ്പനും ഒക്കെ പിടിച്ചു നോക്കി, നിൽക്കത്തില്ല. കള്ളവും കപടവും വെട്ടും കത്തിയും കൊണ്ടേ നടക്കൂ. ആരെ കിട്ടിയാലും കുത്തിക്കീറും. ആരെ കിട്ടിയാലും അപ്പനെയും തിരിച്ചറിഞ്ഞൂടാ, അമ്മയും തിരിച്ചറിഞ്ഞൂടാ. മനുഷ്യൻ്റെ ആത്മാവല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, മറ്റു മതസ്ഥർ. സ്തോത്രം. എന്താണ് നമ്മളും അവർ തമ്മിൽ വ്യത്യാസം? അവർക്ക് യേശുവിനെ അറിയത്തില്ല സഹോദരങ്ങളെ. ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ആൾക്കാരുണ്ട്. യേശു ഉണ്ടെങ്കിലേ അവരെവിടെ പോകൂ. എത്ര നല്ല ഗുണം ചെയ്താൽ യേശു ഉണ്ടെങ്കിലേ പോവും. ഒരുപാട് നല്ല ഗുണമുള്ള ഒരുപാട് പേർ. സ്തോത്രം. ചില വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പള്ളിക്കാർ പോലും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തൊരു സ്നേഹം, എന്തൊരു കരുതൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവർക്ക് യേശുവിനെ അറിയത്തില്ല. സ്തോത്രം. അത് മനുഷ്യ ഗുണമെങ്കിലും ഉണ്ട്. എന്നാൽ ഒരാളിൻ്റെ അകത്ത് ഭൂതം കയറിയ മനുഷ്യൻ്റെ ഗുണമായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ ഗുണമായിരിക്കത്തില്ല, പിശാചിൻ്റെ സ്വഭാവമായിരിക്കും. അവർ പിന്നെ വാള് വേണം, പരിച വേണം, കത്തി വേണം, പിന്നെ ആരെയും കുത്തി വീഴ്ത്തും, ആരെയും തെറി പറയും, കാർക്കിച്ച് തുപ്പും. ചിലർ കണ്ടിട്ടില്ലേ, മക്കളെ കിട്ടിയാലും കാർക്കിച്ച് മുഖത്ത് തുപ്പും. ഭാര്യ കിട്ടിയാലും ഭർത്താവിനെ കിട്ടിയാലും നാട്ടുകാരെ കിട്ടിയാലും കാണും നടത്ത് തന്നെ. ചിലർ കണ്ടിട്ടില്ലേ, വസ്ത്രം അങ്ങ് അടിച്ച് പറിച്ച് ഇങ്ങനെ പോകും. കണ്ടിട്ടില്ലേ? ലഗ്യോനാ, വേറെ ഒന്നും അല്ല. ഇതെല്ലാം ലഗ്യം പിടിച്ച് കിടക്കുക. സത്യവും ഞാൻ പറഞ്ഞു, അവരുടെ സ്വന്തം മനസ്സല്ല ഇത്. സ്വന്തം മനസ്സല്ല. സുബോധം പോലെ നഷ്ടപ്പെട്ടു. അപ്പൻ്റെ പിടിയിൽ നിന്ന് പോയി, അമ്മയുടെ പിടിയിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞ ലഗ്യോൻ ഇങ്ങനെ വസ്ത്രം ധരിക്കത്തില്ല. അപ്പൻ്റെ പിടിയിൽ നിന്ന് പോയി. അമ്മയും അപ്പനും ഒക്കെ നന്നായിട്ട് നോക്കി, പോയി. പല മരുന്നിലും നോക്കി, അവിടെ നിന്നും പോയി. അവസാനം കാട്ടിലും വനങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് ആരെ കിട്ടിയാലും ഇടിക്കും. അവസാനം യേശുവിൻ്റെ അടുക്ക കാണുമ്പോൾ ശരീരം മൊത്തം നുറുക്കി വെച്ചിരിക്കുക. ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഒറ്റയ്ക്ക് ഇടിച്ചിടിച്ച് ഒറ്റയ്ക്ക്. ചിലർ കണ്ടിട്ടില്ലേ, ഇടിച്ച്
ശരീരത്തെ സ്വന്തമായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും കിട്ടിയില്ലെങ്കിൽ എവിടെ ഇടിക്കും? സ്വന്തമായിട്ടെങ്കിലും വാരി അങ്ങ് എറിയും. ഇതൊക്കെ എന്തോന്നാ സ്വത്രം. ചില സമയം കണ്ടിട്ടില്ലേ, ആള് ഓന്തിൻ്റെ നിറം മാറും പോലെ മാറിക്കഴിഞ്ഞ്. ഇതെല്ലാം ദുർഭൂതങ്ങളാണ്. അവസാനം എല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ ഈ ചെറുപ്പക്കാരന് സുബോധം പോയി. ചങ്ങലയൊന്നും നിൽക്കത്തില്ല, ചങ്ങല കിട്ടാനും പൊട്ടിച്ചങ്ങറിയും, അത്ര ബലം. നേരെ ആത്മഹത്യക്ക് വേണ്ടി പോകുമ്പോൾ ഇക്കരെ നിന്ന് യേശു കണ്ട ഉടനെ അക്കരെ യേശു കർത്താവ് എത്തി. മയിലുകൾക്കപ്പുറം നിന്ന് യേശു കണ്ടു. ഒരുത്തൻ്റെ ആത്മഹത്യക്ക് പോകുന്നവന് സ്വസ്ഥതയില്ല, അവൻ്റെ ശരീരം മുഴുവൻ മുറുകിയിരിക്കുക, വസ്ത്രമില്ല. സുബോധം ഉണ്ടെങ്കിലേ വസ്ത്രം കൊടുക്കൂ. സ്വത്രം. മദ്യവും ലഹരി വസ്തുവും പാവവും വാളും പരിചയം ആരെ കിട്ടിയാലും ഇടിക്കും, എവിടെ പോയാലും അവിടെ കൊണ്ടാക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ചായക്കടയിൽ തട്ടുകടയിലാണ് പോയാൽ അയാളെ എടുത്തിട്ട് ഇടിക്കണമെന്ന് തോന്നും. മനസ്സിലായോ? തട്ടുകടയിലാണ് ലഗ്യോൻ നിൽക്കുന്നത്, അയാളെ കിട്ടിയാലും ഇടിക്കും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സും അല്ല അത്, ദൈവത്തിൻ്റെതും അല്ല, പിന്നെ ആരതാ? ഭൂതമാ. ആ കടക്കാരനെ ഇടിക്കാൻ തോന്നും. കാരണം ഒന്നും കാണൂല, കിട്ടുന്ന എല്ലാവരെയും ഇടിക്കാൻ തോന്നും. വണ്ടി ഓടിച്ച് കാണുന്ന എല്ലാത്തിനെയും രണ്ട് കൊടുക്കണമെന്ന് തോന്നും. ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ അല്ല, ഇതൊക്കെ പിശാചാ. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു ലഗ്യോൻ്റെ. അവസാനം കർത്താവ് യേശു ക്രിസ്തു അക്കരെ ചെന്ന ഉടനെ ഇവന് ബാക്കി ആരെ കിട്ടിയാലും ഇടിക്കും. പക്ഷേ യേശുവിനെ കണ്ട പിടിക്കാൻ പറ്റത്തില്ല. സത്യ ദൈവം ഒന്ന് എങ്ങനെ ഇടിക്കും? ഭൂതം മുഴുവൻ ഇളകിയിട്ട് പറഞ്ഞു, കർത്താവേ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവേ, സമയത്തിന് മുമ്പേ നീ വന്നോ, നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാനായിട്ട് വന്നോ, അങ്ങനെ അയക്കുന്നുവെങ്കിൽ നീ ആ പന്നികളിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞു. യേശു പന്നികളിലേക്ക് ആരെ അയച്ചു? ഈ 6000 ഭൂതത്തെ അയച്ചു. ആ സെക്കൻഡിൽ അവൻ മാറി, അവൻ്റെ സ്വഭാവം മൊത്തം മാറി. അവൻ ഉടനെ വസ്ത്രം ധരിച്ചു. ആദ്യം അവൻ എന്ത് ധരിച്ചു? വസ്ത്രം ധരിച്ചു. എൻ്റെ അപ്പൻ വന്നപ്പോൾ അവന് മറ്റുള്ളവരെ കാണാൻ പറ്റി. അവൻ വസ്ത്രം ധരിക്കാൻ തോന്നി. അവൻ്റെ കയ്യിൽ ഇപ്പോൾ വാളില്ല, അവൻ്റെ ജീവിതത്തിനകത്ത് കോപമില്ല, അവൻ്റെ ശരീരത്തെ ഉപദ്രവിക്കുന്നില്ല, മറ്റൊരാളിനെ ഉപദ്രവിക്കുന്നില്ല. അതവൻ്റെ ഹോബിയായിരുന്നു. കഴിഞ്ഞ നാളിൽ അവനെ ചങ്ങല കിട്ടാനും പൊട്ടിക്കുമായിരുന്നു. ഇന്ന് അവൻ ചങ്ങല പൊട്ടിക്കുന്നില്ല. അവൻ്റെ ഹോബി വേറെ ഒന്നുമല്ല. അവൻ യേശുവിനോട് ചോദിക്കുകയാണ്. സുബോധം വന്നപ്പോൾ അവൻ വസ്ത്രം ധരിച്ച് യേശുവിനോട്, യേശുപ്പച്ചാ, ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ. കാരണം ഇതുവരെ ഇല്ലാത്തൊരു സമാധാനം. ആ ഭൂതങ്ങളെല്ലാം ഇറങ്ങിപ്പോയപ്പോൾ, ദുർഭൂതങ്ങളെല്ലാം ഇറങ്ങിപ്പോയപ്പോൾ ഇപ്പൊ മദ്യപിക്കാൻ തോന്നുന്നില്ല, ഇപ്പൊ അടി ഉണ്ടാക്കാൻ തോന്നുന്നില്ല, ഇപ്പൊ ഉടക്കുണ്ടാക്കാൻ തോന്നുന്നില്ല, ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഏത് കടക്കാരനെ കണ്ടാൽ വേറെ ഒന്നും തോന്നില്ല. അവരഥവാ എന്തെങ്കിലും പറഞ്ഞാൽ പോലും തിരിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. യേശു വന്നു കഴിഞ്ഞതാ ഒന്നും പറയാൻ തോന്നില്ല, ക്ഷമിക്കാൻ തോന്നുന്നു, അവരോട് സ്നേഹം തോന്നുന്നു. എന്നെ വിരോധമുള്ള ഒരാളിനെ കണ്ടപ്പോഴുള്ള സ്നേഹം തോന്നുന്നു. കാരണം എന്താ? യേശു വരുമ്പോൾ മാറ്റമാ. അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ കൂടെ ഞാൻ വരട്ടെ. അപ്പൊ യേശു പറഞ്ഞു, വേണ്ട, നിന്നെ തന്നെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഇവൻ ദെക്കപ്പോഴും നാട്ടിൽ മുഴുവൻ ഓടി നടന്ന് പറഞ്ഞു, ഞാൻ വസ്ത്രം ധരിക്കാത്തവനായിരുന്നു, ഞാൻ ഭൂതം പിടിപെട്ടവനായിരുന്നു, എൻ്റെ അമ്മ അപ്പൻ എനിക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു, എൻ്റെ മക്കൾ എൻ്റെ കുടുംബത്തെ എനിക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ യേശു കർത്താവ്, ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഓടിയപ്പോൾ എന്നെ തൊട്ടു, എനിക്ക് സുബോധം വന്നു, ഞാനിത് വസ്ത്രം ധരിച്ചു. യേശു മാത്രം കർത്താവ്, യേശുവിനെ മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. ഇതൊക്കെ പോലെ നാട്ടിൽ മുഴുവൻ വിളിച്ചു പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സ്വർഗത്തിൽ ദൈവത്തിന്റെ കൂടെ വസിച്ച ദൈവം തരേണ്ടതെല്ലാം തരാൻ ഒരുക്കമാണ്. ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, മോനെ, പ്രശ്നമുണ്ട്, നീ കണ്ടു പേടിച്ചു പാടല്ലേ, പ്രതിസന്ധി ഉണ്ട്, വാളിനോടുത്തോണ്ട് ഓടരുത്, നീ മുട്ടുമടക്ക് ദൈവത്തിന്റെ മുമ്പിൽ, നീ ഒരു പുതിയൊരാളായി മാറും, നിനക്ക് തരേണ്ടതെല്ലാം ദൈവം തരും. ഉറപ്പായിട്ട് വിശ്വാസാൻ, വിളിച്ച ദൈവം വിശ്വാസാൻ. അവൻ അവിടെ തന്നെ പാർത്തു. അടുത്ത വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വായിച്ചേ, സ്തോത്രം. അവിടെ തന്നെ ഇസഹാക്ക് അവിടെ തന്നെ പാർത്തു. ആ ആണ്ടിൽ അവൻ വിതച്ചു. പ്രതികൂലമാണ്, പ്രശ്നമാണ്. ക്രിസ്തുയേശു പറഞ്ഞതുപോലെ വിതച്ചു. അവൻ 100 മേനി വിളവ്. അർത്ഥം എന്താ? അവന്റെ കഷ്ടപ്പാട് പോയി. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ, 12. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. യഹോവ അവനെ അനുഗ്രഹിച്ചു. കണ്ടോ, അപ്പച്ചന്റെ കൂടെ നടന്നാൽ അപ്പച്ചൻ അനുഗ്രഹിക്കും. ടക്കനെ വായിച്ചു പോയി. അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു എങ്ങനെ വർദ്ധിച്ചു 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 വർദ്ധിച്ചു. നീ അപ്പന്റെ കൂടെ നടമ്പോൾ ആത്മാവിൽ വർദ്ധിച്ച് 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 ക്രിസ്തുവിന്റെ എല്ലാം നിറവോളം നിറഞ്ഞു വരുവാൻ വർദ്ധിക്കും. വർദ്ധിച്ച് അടുത്ത വരിക.
അവന് മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാർ ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്തർക്ക് അവനോട് അസൂയ തോന്നി. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന പലർക്കും അസൂയ തോന്നി. എൻ്റെ അപ്പൻ്റെ പാദപെടുത്തി കിടക്കുന്ന മക്കളെ, ഞാൻ നിർത്താൻ പോകുക. അപ്പൻ്റെ പാദപെടുത്തിരിക്കുന്ന മക്കളെ, എൻ്റെ അപ്പൻ നിന്റെ കൂടെ ഉണ്ട്. അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്വത്രം, അതിനെ അവർ യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്തു നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെ നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടനല്ലോ. കണ്ടോ, യവന്റെ വിരോധികളെല്ലാം ഇസഹാക്കിന്റെ അടുക്കൽ വന്നു. ആമേൻ. ഒരു ഉടമ്പടിക്ക് വേണ്ടത്. കാരണം എന്താ? ഇസഹാക്കേ, നിന്റെ കൂടെ ഞങ്ങൾ ഒരുത്തനെ കാണുന്നു. ഇന്ന് പകൽക്കാലം മകനെ നീ അപ്പന്റെ കൂടെ നടന്നാൽ നിന്റെ വിരോധികൾ നിന്റെ കൂടെ നടക്കുന്ന യേശുവിനെ ഉറപ്പായി കാണും. നിന്റെ ജോലി സ്ഥലത്ത്, നീ പോകുന്ന വഴിക്ക്, വരുന്ന വഴിക്ക്, നിന്റെ ദേശത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ കൂട്ടുകാരുടെ നടുവിൽ, നിന്റെ നാട്ടുകാരുടെ നടുവിൽ നിന്റെ കൂടെ സാത്താൻ നടക്കുന്നതല്ല കാണുന്നത്, നിന്റെ കൂടെ യേശു നടക്കുന്നത്. ആ വരി ഒന്ന് വായിച്ചേ. ആ വരി ഒന്ന് വായിച്ചേ. 27, 28. അവരോട്, നിങ്ങൾ എന്തിനെ എന്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവർ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന്, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഞങ്ങൾ എങ്ങനെ കണ്ടു? സ്പഷ്ടമായി. യഹോവ നിന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്ക് നിനക്കും കണ്ടോ, നമ്മുടെ കൂടെ യേശുപ്പൻ ഉണ്ടെന്ന് സ്പഷ്ടമായി ഒരു കൂട്ടം പേര് കാണട്ടെ സഹോദരങ്ങളെ. യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് കാണട്ടെ. അടുത്ത വരി. ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെ നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെ നീ ഞങ്ങളോടൊരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. ഇസഹാക്ക് യഹോവയാൽ ആരാ? അപ്പൻ കൂടെ നടക്കുന്ന പൈതൽ ആരാ? യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ട ആള്. ഇതിനകത്തിരിക്കുന്ന സഹോദര, താങ്കൾ ശാപമല്ല, യഹോവയാ അനുഗ്രഹിക്കപ്പെട്ട ആളാ. സഹോദരി, താങ്കൾ ശാപമല്ല, യഹോവയാ അനുഗ്രഹിക്കപ്പെട്ട ആളാ. നീ വർദ്ധിച്ച് ആത്മാവിനാൽ നിറഞ്ഞ് ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവിൽ വിശ്വസിക്കാമോ? ആ ജീവൻ പ്രാപിക്കാമോ? ആ ശബ്ദം കേൾക്കാമോ? അപ്പന്റെ കൂടെ നടക്കാമോ? പാപത്തെ ജയിക്കാമോ? ഒരു പുതിയ ആളായി ഇപ്പോൾ ക്രിസ്തുയേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല.